മഹാജനങ്ങളെ, കഴിഞ്ഞ 14 ദിവസങ്ങളായി കിങ്സ് ട്രോഫിക്ക് വേണ്ടി നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫുട്ബോൾ മത്സരങ്ങളുടെ ഫൈനൽ ദിനമാണ് ഇന്ന്. KBK ഇൻഡസ്ട്രീസിന്റെ ടീമായ കേരള ടൈഗേഴ്സ്, അതുപോലെ തന്നെ വേൾഡ് ഓഫ് പ്ലാസ്റ്റിക്സിന്റെ ടീമായ വേൾഡ് ചാലഞ്ചേഴ്സ് എന്നീ സുശക്തങ്ങളായ 2 ടീമുകൾ തമ്മിൽ ഇവിടെ ഏറ്റുമുട്ടാൻ പോവുകയാണ്. KBK ഇൻഡസ്ട്രീസിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KBK നായർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം ആസനസ്ഥനായി കഴിഞ്ഞു. അതുപോലെ തന്നെ വേൾഡ് ഓഫ് പ്ലാസ്റ്റിക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ മാത്യു കോഷിയും തന്റെ ടീമിന്റെ പ്രദർശനം എത്തിയിട്ടുണ്ട്. വേൾഡ് ഓഫ് പ്ലാസ്റ്റിക്സ് കോച്ചായ ശ്രീ രാമകൃഷ്ണ പിള്ള അദ്ദേഹത്തെ സ്വീകരിച്ചു. 2 മാനേജിംഗ് ഡയറക്ടർമാരും കൈകൊടുത്ത ആസനസ്ഥരായി. വാശിയേറിയ ഈ മത്സരങ്ങളിൽ ആര് ജയിക്കും എന്ന് പ്രവചിക്കുവാൻ ഞാനോ നിങ്ങളോ ഇഷ്ടപ്പെടുന്നില്ല. കാരണം കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്കെല്ലാം അറിയാവുന്നതുപോലെ കേരളത്തിലെ ഏറ്റവും സുശക്തങ്ങളായ 2 ടീമുകളാണ് ഇന്നിവിടെ ഏറ്റുമുട്ടുവാൻ പോകുന്നത്. പല ഒളിമ്പിക് കളിക്കാരും അഖിലേന്ത്യാ നിലവാരത്തിലുള്ള കളിക്കാരും അടങ്ങിയ ഈ 2 ടീമുകളുടെ പ്രദർശനം ഇന്നിവിടെ നടക്കുമ്പോൾ ഇതിൽ ആര് ജയിക്കുമെന്ന് പ്രവചിക്കുവാൻ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മളെ കൊണ്ടാവുകയില്ല. മുഖ്യാതിഥിയെ ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ശ്രീ അബ്ദുൾ റഹ്മാൻ കഴിഞ്ഞു, ആസനസ്ഥനായി കഴിഞ്ഞു. ക്ഷമിക്കണം, വേൾഡ് ചാലഞ്ചേഴ്സിന്റെ ക്യാപ്റ്റൻ ശ്രീ രവി തന്റെ അനുയായികളോടൊപ്പം ഗ്രൗണ്ടിലേക്ക് ഓടിയിറങ്ങുകയാണ്. കേരള ടൈഗേഴ്സിന്റെ ക്യാപ്റ്റൻ ശ്രീ ജോൺ റാഫേലും തന്റെ ചുണക്കുട്ടികളായ കളിക്കാരുമായി ഗ്രൗണ്ടിലേക്ക് ഉന്മേഷപൂർവ്വം കുതിച്ചു കയറുകയാണ്. മുഖ്യാതിഥി അടക്കം ഗ്രൗണ്ടിലുള്ള എല്ലാവരും അവർക്ക് ആവേശകരമായ സ്വീകരണമാണ് നൽകുന്നത്. മുഖ്യാതിഥിയെ ശ്രീ രവി തന്റെ ടീമിലെ അംഗങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ സെന്റർ ഫോർവേഡ്, ശ്രീ സിദ്ദിഖ് സെന്റർ ഹാഫ്, അന്തപ്പായി റൈറ്റ് ഇൻ, ജനാർദ്ദൻ ലെഫ്റ്റ് ഇൻ, കൃഷ്ണനുണ്ണി റൈറ്റ് ഔട്ട്, രാമൻകുട്ടി ലെഫ്റ്റ് ഔട്ട്, മുഹമ്മദ് അലി റൈറ്റ് ഹാഫ് ബാക്ക്, യോഹന്നാൻ ലെഫ്റ്റ് ഹാഫ് ബാക്ക്, ഫുൾ ബാക്ക് മാത്യു പി ജോൺ, ഗോൾ കീപ്പർ ഹാസി മലാപ്പറമ്പ് ഇന്നത്തെ റഫറി തന്റെ ലൈൻസ്മാനോടുകൂടി ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. 2 ക്യാപ്റ്റൻസിനെയും വിളിച്ച് കൈകൊടുത്ത് അദ്ദേഹം ഇന്നത്തെ മത്സരത്തിൽ ഏത് സൈഡ് ഏത് ടീമിന് വേണമെന്ന് നിർണ്ണയിക്കുവാനുള്ള ടാസിംഗ് നടത്തുകയാണ്. ടാസിംഗ് കഴിഞ്ഞു. ശ്രീ രവി തനിക്ക് വേണ്ട സൈഡ് തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഈ വാശിയേറിയ കളിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ, ഫുട്ബോൾ കളിക്കാർ സ്വപ്നം കാണുന്ന കിങ്സ് ട്രോഫി അങ്ങനെ വേൾഡ് ചാലഞ്ചേഴ്സിന്റെ ക്യാപ്റ്റൻ ശ്രീ രവി ഏറ്റുവാങ്ങുകയാണ്. അതോടുകൂടി ഈ സുപ്രസിദ്ധമായ ടൂർണമെന്റിന്റെ അവസാനത്തെ കളിയും കഴിഞ്ഞിരിക്കുന്നു. കോച്ചുകളെ, ഇത് ഗോള് വിരിഞ്ഞതിന്റെ ബോധക്കേടാ. നമുക്ക് വാങ്ങാം. എല്ലാവരും പോയി തുടങ്ങി മുതലാളി. നമ്മുടെ ടൈഗേഴ്സ് പോയോ? കേരള ടൈഗേഴ്സ് അവരൊക്കെ പുറപ്പെടുകയാണ്. ഡോങ്കീസ്, കേരള ഡോങ്കീസ്.
എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വളരെ നാളുകളായല്ലോ കണ്ടിട്ട്. എനിക്കെന്ത് വിശേഷം? അന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് അപകടം സംഭവിച്ചപ്പോഴേ എന്റെ വിശേഷം കഴിഞ്ഞു. ആശുപത്രിയിൽ വെച്ച് ചന്ദ്രന്റെ കാല് മുറിച്ചു കളഞ്ഞ വിവരം ഞാൻ പത്രത്തിൽ വായിച്ചാണ് മനസ്സിലാക്കി. എനിക്ക് അവിടെ വരെ ഒന്ന് കാണാൻ പോലും സാധിച്ചില്ല. ആശാമരായിരുന്നതിൽ എനിക്ക് പരിഭവമൊന്നുമില്ല. വരാൻ ബാധ്യതയുള്ള പലരും ഉണ്ടായിരുന്നു. അവരാരും തിരിഞ്ഞു നോക്കുപോലും ചെയ്തു. എന്റെ അച്ഛനാണ്. പേര് റൊട്ടി രാമൻപിള്ള. റൊട്ടി ഉണ്ടാക്കിയതിലാണ് എന്റെ പേര്. എന്റെ പേര് രാമകൃഷ്ണപിള്ള. കോച്ച് പിള്ള എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. ഈ ഫുട്ബോൾ കളിക്കാരെ പരിശീലിപ്പിക്കലാണ് എന്റെ ജോലി. ഇവനെ പരിശീലിപ്പിച്ചത് നമ്മളെ. അതെ അതെ, എനിക്ക് സ്റ്റീൽ കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നപ്പോ ഇതേമാണ് പരിശീലനം. ചന്ദ്രന് അപകടം സംഭവിക്കുന്ന കാലത്ത് ഞാൻ വേൾഡ് ഓഫ് പ്ലാസ്റ്റിക്കിലായിരുന്നു. ഇപ്പോഴും അവിടെ തന്നെയാണ്. അവിടെ ഇപ്പോഴും പരിശീലിപ്പിക്കലായിരിക്കും പണി. അതെ. നിങ്ങൾക്ക് എന്താ വല്ല നേർച്ചയുണ്ടോ? അല്ല, വല്ലവന്റെയൊക്കെ പിള്ളേർ പന്തുകൾ പഠിപ്പിച്ച് കൈകാലം മുറിച്ചു കളയാവുന്ന വല്ല നേർച്ചയുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. എനിക്ക് അപകടം സംഭവിച്ചതിന് ശേഷം ഫുട്ബോളിന് കേൾക്കുന്നതുപോലെ അച്ഛന് വെറുപ്പാണ്. ആശാന് വിഷമം തോന്നില്ല. അച്ഛന്റെ തെറ്റിദ്ധാരണോട് പറഞ്ഞു പോയത്. തെറ്റിദ്ധാരണ ഒന്നുമല്ല. ആയ കാലത്ത് പന്നിന്റെ പുറകെ ഓടി നടന്ന് നിനക്കൊക്കെ വയസ്സായ കാലത്ത് ഞാൻ ചെലവുണ്ടാക്കിയിട്ടല്ലോ. എനിക്ക് കുറച്ച് തേർന്നുകൊണ്ടിടാ. ചേട്ടാ, പോറ്റി കൊണ്ടുള്ള പലഹാരമൊക്കെ തീർന്നു പോയി. അതുകൊണ്ട് ഞാൻ 3-4 പഴം വാങ്ങിച്ചു. അയ്യോ, എനിക്കിതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഗംഭീരമായിട്ടൊരു പാർട്ടി കഴിഞ്ഞ് വരിക. എന്നാലും അങ്ങനെ അല്ലല്ലോ സാറേ. ഞാൻ ഒരു ഗ്ലാസ് എടുത്തോണ്ട് വിജയ, അച്ഛന് ചായ ആണെന്ന് ചോദിച്ചു. വേണ്ട വേണ്ട, നമുക്ക് ചായയും വേണ്ട, കാപ്പിയും വേണ്ട. വിജയൻ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യാൻ? ഒരു ലക്ഷ്യം. ഇപ്പൊ എന്തേ അച്ഛനെ സഹായിക്കാൻ കൂടിയിരിക്കും. അച്ഛൻ റൊട്ടി ഉണ്ടാക്കും, അവൻ കടകളിലൊക്കെ ഉണ്ടായിരുന്നു. ഓഹോ, ഇവനൊരു ജോലി ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ അത് എനിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ ഉപകാരം. ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യും. ഈ റൊട്ടി കച്ചവടം മാത്രം എനിക്ക് വയ്യ. ഓ, എങ്കിൽ പവനെണ്ണാൻ പോടാ. റൊട്ടി കച്ചവടമേ കുറച്ചിലായിപ്പോയി. ആശാൻ വിചാരിച്ചാൽ ആശാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ തന്നെ എന്തെങ്കിലും ഒരു ഞാനൊന്ന് പരിശ്രമിച്ച് നോക്കാം. വിജയന് ഫുട്ബോൾ കളിക്കാനേ അറിയാം സാർ. ഞാൻ സെൻട്രൽ ഫോർവേഡ് ആയിരുന്നു സാർ. ഓഹോ, ഹൈസ്കൂളിലെ കാര്യമാണ്. മതിയല്ലോ. എന്നാലും ഫുട്ബോൾ കളിക്കാൻ അറിയാമല്ലോ. വിജയനെ കൂടെ എന്റെ കൂടെ വിടാമോ? വിട്ടാൽ ആദ്യമായി വിജയന് ഞാൻ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനാണ്. അതിനുശേഷം ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു. ഒരു നല്ല ഫുട്ബോൾ കളിക്കാരന് ഒരു ജോലി കിട്ടാൻ അത്രയധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോഴേ നമ്മൾ തമ്മിൽ വല്ല വഴക്കുണ്ടായിരുന്നു? അയ്യോ ഇല്ല. അല്ല, പിന്നെ എന്നോട് തന്നെ ഇത്ര വിരോധം തോന്നാൻ കാര്യം എങ്ങനെ? അല്ല, ഒരുത്തനെ കൊണ്ടുപോയി പഠിപ്പിച്ച് കാലം മുറിച്ച് ഇവിടെ കൊണ്ട് കിടന്നു. വേറൊരുത്തൻ 2 പേരെ നടക്കുന്നത് കണ്ടിട്ട് വലിയ കണ്ണുകെടുകയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ ഫുട്ബോൾ കളിക്കാരുടെയും കാലം മുറിക്കേണ്ടി വരുമെന്നാണോ കാരണം? ലോകത്തിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. എനിക്ക് എന്റെ മക്കളുടെ കാര്യം അറിഞ്ഞാണ്. ഒരുത്തന്റെ കാലം മുറിച്ചു, ഇനി ഇളയവന്റെ കാലം മുറിക്കേണ്ടി വരികയില്ലെന്ന് വല്ല ഉറപ്പുണ്ടോ? അല്ല, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാണ്? ചന്ദ്രൻ വീണുപോയെങ്കിലും ഞാനും വിജയനും നിൽക്കുന്നതുകൊണ്ട് പട്ടിണി കൂടാതെ കഴിയും. ഇനി വിജയനും കൂടി വീണുപോയാലേ ഞങ്ങൾ 3 പേരും പട്ടിണി കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വിജയനെ പന്ത് കളിക്കാൻ ഞാൻ വിടില്ല. അതുകൊണ്ട് കിട്ടുന്ന ജോലിയും വേണം. ഇത് കേട്ടോ ചേട്ടാ ഈ അച്ഛൻ പറയുന്നത്? ഇതുകൊണ്ട് വിജയന് നല്ലൊരു ഭാവി ഉണ്ടാകുമെങ്കിൽ ചന്ദ്ര, നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. നിന്നേക്കാൾ നല്ലൊരു ഭാവി ഇവന് ഉണ്ടാകുമെന്ന് നീ കരുതുന്നുണ്ടോ? നീ പന്ത് കളിച്ചുകൊണ്ടിരുന്ന കാലത്ത് നീ കമ്പനിയുടെയും നാട്ടുകാരുടെയും ജനങ്ങളുടെയും സ്വത്താണെന്ന് പത്രക്കാരും ഗവൺമെന്റും കൂവിക്കൊണ്ട് നടന്നിട്ട് നിന്നെ വെട്ടിമുറിച്ചുകൊണ്ട് നിട്ടതിന് ശേഷം ഇവരിൽ ആരെങ്കിലും ഒരുത്തൻ വന്ന് നിന്നെ തിരിഞ്ഞു നോക്കിയോടാ? നിന്റെ ഈ നല്ല ഭാവി വിജയനും കൂടി ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. എന്താണെന്നോ, എനിക്ക് വയസ്സായി. ഒറ്റയ്ക്ക് ജോലി ചെയ്ത് നിങ്ങൾക്ക് 2 പേർക്കും ചെലവിന് തരാൻ എനിക്ക് ആരോഗ്യമില്ല. അച്ഛൻ ഈ റൊട്ടിക്കച്ചവടം കൊണ്ട് എന്നെ നശിപ്പിക്കും. നിനക്ക് റൊട്ടിക്കച്ചവടത്തിന് പോകാൻ കുറച്ചിലാണെങ്കിലേ ഞാൻ പോകാൻ കച്ചവടം. നീ ഇവിടെ ഒന്ന് റൊട്ടി ഉണ്ടാകും. അച്ഛൻ അങ്ങനെയൊക്കെ പറയും സാർ. ഞാൻ വരാം സാർ. അത് ശരിയല്ല. അച്ഛന്റെ അനുവാദമില്ലാതെ വിജയനെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവന്നത് ശരിയല്ല. ഏതായാലും അച്ഛന്റെ അഭിപ്രായത്തിൽ മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ ഉടനെ ഞാൻ വിവരം അറിയിക്കാം.
കടലാസുണ്ട്. രണ്ടുപേർക്കും കൂടിയാണ്. താങ്ക് യു. പിന്നെ 50 പൈസ കൂടുതലുണ്ട് എനിക്ക്. കമോൺ. ചേട്ടന്റെ വിജയത്തിന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറ്. നിന്റെ പ്രാർത്ഥന ഞാൻ ജയിച്ചത് എന്റെ സാമർത്ഥ്യം കൊണ്ടാണ്. ഈ ഭൂമിയിൽ ഇന്ന് വരെ ആരും ജയിച്ചിട്ടുമില്ല, തോറ്റിട്ടുമില്ല. വന്ന് കയറിയില്ല, അതിനു മുമ്പ് തുടങ്ങിയ വേദാന്തം. ഒരാൾ മാത്രം ജയിച്ചു. അത് നീയായിരുന്നു. അല്ല, ദൈവം. പിന്നെ ദൈവത്തിന് പന്തുകളി ആയിരുന്നില്ല ജോലി. മോളെ 2 കപ്പ് ചായ ഉണ്ടാക്കും. രാമേഷ, എടാ രാമേഷ. അച്ഛൻ അങ്ങനെ വിളിക്കുന്നതിന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? അല്ല, ശ്രീരാമകൃഷ്ണ പരമഹംസരെയാണ് വിളിക്കുന്നതെന്നല്ലേ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നെയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് പിള്ളേരെന്നെങ്കിലും കൂട്ടി രാമകൃഷ്ണ പിള്ളേരെന്നെങ്കിലും വിളിക്കാനില്ലേ എന്റെ സൗദാമിനി? ഞാൻ സൗദാമിനിയല്ല, പിന്നെ സന്യാസിനി അമ്മ. എന്ത് കുന്തവും അവിടെ നീ ചായ ഉണ്ടാവും. ആട്ടെ, ഇപ്പൊ വിളിച്ചതിന്റെ കാര്യം എന്താ? അഹങ്കാരം വലുത്. ഒരിക്കലും അല്ല. ഇരിക്കൂ. ഞാൻ ഈ കുപ്പായൊക്കെ ഒന്ന് അയച്ചിട്ട് ഒന്ന് പോയി കുളിച്ചിട്ട് വരട്ടെ സൗദാമിനി. ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം. പഞ്ചതന്ത്രം വായിച്ചിട്ടുണ്ട്. നിന്റെ ഭർത്താവായി പോയതൊക്കെ നീ ഇങ്ങനെ ശിക്ഷിക്കരുത്. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പഞ്ചതന്ത്രം വായിക്കണം. നീ വായിച്ചിട്ടുണ്ടോ? ഭഗവാനെ, ദൈവദോഷം പറയരുത്. അച്ഛനെ എഴുതിയോ? എന്നെ ഇരുത്തിയതാവുന്നേ. അതിനുശേഷം അല്ലേ നീ തുളസിയൊക്കെ ജനിച്ചത് തന്നെ. പിന്നെ കാര്യം പറയാമോ? പിന്നെ നമ്മുടെ നീ പഞ്ചതന്ത്രം വായിച്ചു. അയ്യോ ഇല്ല എന്നാ നിന്റെ അമ്മ പറഞ്ഞു ഞാനൊന്ന് കുളിച്ചിട്ട്. അമ്മ, എനിക്ക് സമയമില്ല, ഞാനൊന്ന് കുളിച്ചിട്ട് വേഗം വരാം. അജ്ഞാനികൾ കുളിച്ചിട്ട് വരട്ടെ. അപ്പോൾ ഇവൻ ഇനി ഇവിടെ നിന്ന് ആഹാരമേ കഴിക്കില്ലെന്നാണ്. എടാ വിജയ, വിജയ, നിനക്ക് ഊണ് വേണം. ഞാൻ പട്ടിണിയിടത്ത് മരിച്ചോളാം, ആർക്കും ഒരു നഷ്ടവുമില്ല. ശരി, നമുക്കൊന്ന് മത്സരിക്കുക. ഞാൻ നിന്നെ എന്താ അച്ഛാന്ന് വിളിക്കാത്തതെന്നറിയാമോ? എടാ വിജയ, നിന്നെ എന്താ അച്ഛാന്ന് വിളിക്കാത്തതെന്ന് അറിയാമോ? നീ എന്റെ മകനാ. അതുകൊണ്ടാ ഞാൻ നിന്റെ അച്ഛനാണെങ്കിൽ നിന്നെ അനുസരിപ്പിക്കാൻ എനിക്ക് സാധിക്കും. കൂടുതലൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഞാനിവിടെ ഉണ്ടെങ്കിലല്ലേ അനുസരിക്കും. എന്നെ റൊട്ടിക്കച്ചവടത്തിനിടയിലിട്ട് നശിപ്പിക്കാനാണല്ലോ അച്ഛൻ്റെയും ചേട്ടൻ്റെയും വിചാരം. അതേതായാലും നടപ്പില്ല. മനസ്സിന് വിഷമം കൂടുമ്പോൾ സംസാരം കുറയ്ക്കുന്നതാണ് നല്ലത്. കാരണം ആലോചിക്കാൻ സമയം കിട്ടും. എടാ, ആശാൻ ഇവിടെ വന്നപ്പോ നിനക്കൊരു ജോലി ഉണ്ടാക്കി തരുന്ന കാര്യം ഞാനല്ലേ ആദ്യം പറഞ്ഞത്? അദ്ദേഹം അതിനുള്ള വഴി പറഞ്ഞു തന്നപ്പോ ചേട്ടൻ തന്നെയല്ലേ അത് വേണ്ടെന്ന് പറഞ്ഞത്? എനിക്കോ ഒരു അപകടം പറ്റി. നിനക്കൂടെ ഇങ്ങനെ അപകടം സംഭവിച്ചാൽ അച്ഛനെ സഹിക്കാനാകും. അതുകൊണ്ട് അച്ഛന്റെ ശുദ്ധതയെ ഓർത്തെങ്കിലും നീ അച്ഛൻ പറയുന്നത് അനുസരിക്കുന്നല്ലേ നല്ലത്. എനിക്കിവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടാൻ വയ്യ. ഞാൻ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലിയിൽ ജീവിച്ചോളാം. ചേട്ടൻ അച്ഛനെ സമാധാനിപ്പിച്ചാലും. എന്നാലും നീ പോകുമല്ലേ? ചേട്ടനെങ്കിലും എന്നെ തടയരുത്. നിന്നെ അനുസരിപ്പിക്കാവുന്ന പ്രായം കഴിഞ്ഞു. അച്ഛനത് മനസ്സിലാകും. ഞാനെങ്കിലും മനസ്സിലാക്കണം. ആശാൻ തന്ന അഡ്രസ് നിന്റെ ഇല്ലേ? ഉണ്ട്. ശരി, നീ പൊയ്ക്കോളൂ. ചേട്ടാ, അച്ഛന്റെ അനുവാദം പിന്നീട് വാങ്ങാം. യാത്രച്ചിലുള്ള പണം ഉണ്ടോ നിന്റെ കയ്യിൽ? എന്റെ കയ്യിലൊന്നുമില്ലെന്ന് നിനക്കറിയാമല്ലോ. എന്റെ കയ്യിൽ 2-3 രൂപയോളം കാണും. അത് മതിയാവില്ല. ചേട്ടൻ എനിക്ക് അനുവാദം തന്നാൽ മതി, ഞാൻ നടന്നു പോയിക്കോളാം. എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു. ശരി, വാ.
ഇത് മാത്രം വെള്ളിക്കപ്പായിട്ടുള്ളൂ. ഇത് വിറ്റാൽ നിനക്ക് ചെലവിനുള്ള പണം കിട്ടും. ചേട്ടാ, ഇതാ വാങ്ങിക്കൂ. വിജയ പോയി വരില്ല. ആ കപ്പിങ് അത് ഞാൻ കൊടുത്താണ് സാർ. എല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഇവനോടൊന്ന് പോകാൻ തീരുമാനിച്ച കാര്യം എനിക്ക് മനസ്സിലായി. അവന്റെ ആഗ്രഹമല്ലേ, അച്ഛൻ എഴുതൊന്നും പറയാം. അതവിടെ നിൽക്കട്ടെ, ആ കപ്പിങ് തരും. ചേട്ടാ, അതവൻ കൊണ്ടുപോട്ടെ. അത് നിനക്ക് സമ്മാനം കിട്ടിയതാ. നിനക്ക് നോക്കിക്കൊണ്ട് കിടക്കാൻ വേണ്ടിയെങ്കിലും അതിവിടെ വേണം. അത് വിറ്റുകളയാണ്. പോകാനുണ്ടായിരുന്നു 50 രൂപയുണ്ട്. ആദ്യം നിന്നെ ഞാൻ എതിർത്തു. വാത്സല്യം കൂടിപ്പോയതുകൊണ്ടുള്ള പേടിയായിരുന്നു. നിനക്ക് ഒരപകടവും സംഭവിക്കില്ല. നിന്നെ ഇങ്ങനെ രക്ഷിക്കട്ടെ. എന്ത് വേണം? എന്നോട് വരാൻ പറഞ്ഞു. ആര്? കോച്ചാശ. അച്ഛനോ? അച്ഛാ, ദേ അച്ഛനെ തിരക്കി ആരോ വന്നിരിക്കുന്നു. അല്ല, ഇതാരോ വിജയനോ? വരണം വരണം. അച്ഛൻ സമ്മതിച്ചോ? സമ്മതിച്ചു. സന്തോഷമായി. രവി, രവി ഇതാ വരുന്നച്ചാ. നീ ഇന്ന് പ്രാക്ടീസിന് പോകുന്നില്ലേ? ദാ പോകുന്നച്ചാ. എന്റെ മകളാണ് തുളസി. രവി, നമ്മുടെ ചന്ദ്രന്റെ അനിയൻ. നമസ്തേ. നമസ്തേ. പേര് വിജയൻ. അതൊക്കെ എനിക്കറിയാം, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ആട്ടെ, വീട്ടിൽ എതിർപ്പൊക്കെ തീർന്നു? തീർന്നു. പിന്നെ നീ വിജയനെ വിളിച്ചുകൊണ്ട് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തോളൂ. എനിക്ക് കോച്ചിങ്ങിന് പോകാൻ സമയമായി. അവരൊക്കെ ഇപ്പൊ ഇവിടെ വന്നു കയറാം. നിങ്ങൾ പിന്നാലെ അവിടെ വന്നേച്ചാ. ഓ ചെല്ലാം. ശരി, വരും. രാമകൃഷ്ണ, രാമകൃഷ്ണ. ആശാന്റെ അമ്മയാണ്. ഭാര്യ ഞങ്ങളുടെ അമ്മ. പിന്നെന്താ അങ്ങനെ വിളിക്കുന്നത്? ഒരു പറയാം. അമ്മയ്ക്ക് ഞങ്ങൾ 3 മക്കളായിരുന്നു. ഞാനും തുളസിയും വേണുവും. വേണു ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു. അതിനുശേഷം അമ്മയ്ക്ക് ബുദ്ധിക്ക് നല്ല സ്ഥിരതയില്ല. ഭക്തിയും വേദാന്തമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയും. സഹിക്കാതിരിക്കാൻ ഒക്കുവോ? അയ്യോ, അതെനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ വിജയന് യാതൊരു വിഷമം തോന്നരുത്. ഒരിക്കലുമില്ല. എന്റെ അമ്മ പറയുന്ന പോലെ ഞാൻ കേട്ടിട്ടുള്ളാം. ഇത് വിജയന്റെ വീടാണ്. ആ ഓടി
പറയരുത്. എനിക്ക് ആശാനെ പേടിച്ച് തിന്നാൻ തോന്നുന്നു. ഈ പാരമ്പര്യം പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്തുവാ എന്തുവാ കൊച്ചുപിള്ളേ? പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരു പാരമ്പര്യം. കോച്ചുപിള്ള ഇന്നലെ ഇവിടെ ഒന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റു തല്ലിപ്പൊടിയായിരിക്കും എന്നാ ഒന്ന് കണ്ടു കളയാൻ. മിസ്റ്റർ വിജയൻ, നിങ്ങൾ ചന്ദ്രന്റെ അനിയത്തൻ. ഞാനൊരു മുഖത്തിന് പറയാൻ വിചാരിച്ചു. ഫുട്ബോൾ എന്താണ്, അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് കണ്ടാൽ ഒരു കാര്യം, നിങ്ങൾ ഇന്ന് തന്നെ ജോലി പ്രവേശിച്ചു. ജീവനം ഇന്നലെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല സാർ. നിങ്ങൾ ഒരു നല്ല കാര്യം കൂടെ ചെയ്തു കോച്ചുപള്ളി. ഇത്രയും നല്ല ഒരു കളിക്കാരനെ തേടിപ്പിടിച്ച് നമ്മളെ ടീമിൽ കൊണ്ടുവന്നതിന് നിങ്ങൾക്ക് അഭിനന്ദനത്തിന്റെ പൂച്ചത്. എല്ലാം അങ്ങയുടെ അനുഗ്രഹം. പക്ഷേ മിസ്റ്റർ വിജയന്റെ താമസത്തിന്റെ സൗകര്യങ്ങളൊക്കെ എങ്ങനെ? വിജയൻ എന്റെ കൂടെ താമസിക്കും. ചന്ദ്രന്റെ അനിയൻ എനിക്ക് അന്യനല്ല. കറക്റ്റ്. അപ്പോഴേ ഓഫീസിൽ ചെന്ന് ആ അപ്പോയിന്റ്മെന്റ് ഓർഡർ പാലിക്കും. ശരി. തോറ്റുപോയിനാണോ കരയുന്നത്? നിങ്ങളുടെ പെർഫോമൻസ് ഒന്നാന്തരമായി, അബദ്ധത്തിൽ തോറ്റുപോയി. അത് കരയേണ്ട കാര്യമുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. ചെല്ലു. ജയിച്ച് എന്നെ അഭിനന്ദിക്കാൻ വിജയായിട്ടൊരു സമയമില്ലായിരുന്നു. തോറ്റ മാലിയെ ആശ്വസിപ്പിക്കാനായിരുന്നു തിടുക്കം. തുളസി അഭിനന്ദിക്കാൻ വേണ്ടിയില്ലേ ഞാൻ അവിടെ വന്നത്. ഉടനെ പിണങ്ങി ഓടി ഇങ്ങോട്ട് പോകുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങനെയാണെങ്കിൽ ജയിച്ചാലിനെ അഭിനന്ദിച്ചിട്ട് തോറ്റാലിനെ ആശ്വസിപ്പിക്കാൻ പോയാൽ പോരായിരുന്നു. നീ പറയുന്നത് ശരിയല്ല മോനെ. ജയിച്ചവരെ അഭിനന്ദിക്കുക എന്ന് പറയുന്നത് കേവലം ഒരു ചടങ്ങ് മാത്രമാണ്. നേരെ മറിച്ച് തോറ്റവരെ സമാശ്വസിപ്പിക്കുക എന്ന് പറയുന്നതിലാണ് മനുഷ്യത്വം. ഇവള് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ വെച്ചാൽ ജയവും തോൽവിയും ഇല്ലാതെ മനുഷ്യരുണ്ട്. അല്ലെങ്കിൽ പിന്നെ സമനിലയിൽ ചെയ്യണം. അപ്പൊ പിന്നെ ജയിച്ചവർ അഹങ്കരിക്കുന്നത് തോറ്റവർ ദുഃഖിക്കുന്നത് വിട്ടിട്ടവല്ലേ? വേദാന്തം കൊള്ളാം. അമ്മ പഠിപ്പിച്ചു തന്നതായിരിക്കും. ഇവിടെ നിന്നായാലും സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരാൾ ആദ്യം പഠിക്കേണ്ട ഇതാണ്. അത് കാണാമല്ലോ. വരുന്ന 7-ാം തീയതി ഗോതമ്പ ട്രോഫിക്ക് വേണ്ടിയുള്ള ടൂർണമെന്റ് അല്ലേ? ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റുകാരനെ എനിക്കൊന്ന് കാണണം. കാണാനൊന്നുമില്ല. ജയിച്ചാൽ അഹങ്കരിക്കരുത്, ഇല്ല. തോറ്റാൽ ദുഃഖിക്കാൻ വരരുത്. എന്ന് വെച്ച് ഞങ്ങൾ പോക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചേക്കരുതേ. രാമകൃഷ്ണ, കുളിച്ചിട്ട് വരാൻ പോയതായിരിക്കും. വരട്ടെ. അജ്ഞാനി. തോക്കാൻ എനിക്ക് മനസ്സിലെ മിസ്റ്റർ ജോൺസി. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ ടൂർണമെന്റിന് ടീമിനെ അയക്കുന്നില്ല ഞാൻ തീരുമാനിച്ചത്. ആ തീരുമാനം ഒന്ന് പുനഃപരിശോധിക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇത് സാധാരണ ഒരു ടൂർണമെന്റ് അല്ല, ഗോതമ്പ ട്രോഫിക്ക് വേണ്ടിയുള്ള ടൂർണമെന്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാ തീരുമാനിച്ചത്. ഗോതോർമ രാജ നമുക്കെല്ലാം അഭിമാനഭാജനമായിരുന്ന ഒരു മഹാനായി. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു തോൽവി കെട്ടിവാങ്ങാൻ ഈ KBK നായ തയ്യാറില്ല. ഒരിക്കലൊന്നും തോറ്റെന്ന് വിചാരിച്ച് എപ്പോഴും തോറ്റണമെന്നുണ്ടോ? അങ്ങനെ വാദിക്കാനാ ഭാവമെങ്കിൽ ഞാനും വാദിക്കാം. മുതലാളി എന്നെങ്കിലും ഏതെങ്കിലും പൂർണ്ണ
ഈ പ്രാവശ്യം കൂടി ടീമിനെ ഒന്ന് വിടണം. നമുക്കിത് നോക്കാം. ഓഹോ, നിങ്ങളങ്ങനെ പലതും പറയും. കാരണം ടൂർണമെന്റ് നടത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ തൊഴിൽ. നിങ്ങൾ പരസ്യം ചെയ്യുന്നു, ആളെ കെട്ടുന്നു, കാശ് നടത്തുന്നു. ഇങ്ങനെ പറഞ്ഞാൽ വിഷമിച്ചു പോയോ? നല്ല 4 കളിക്കാരെ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ടീം അയക്കുമായിരുന്നു. അതിന് നല്ല കളിക്കാർ നമ്മുടെ നാട്ടിൽ ഇരിക്കുന്നു. പറക്കമുറ്റിയവരില്ല, അന്യ രാജ്യക്കാർ കൊണ്ടൊന്നും പറഞ്ഞില്ലേ? അവരെ ഈ നാട്ടിൽ നിലനിർത്തണമെന്ന് സർക്കാരിനോ പത്രക്കാർക്കോ പൊതുജനങ്ങൾക്കോ ആശയം ചോദിച്ചാലോ നോക്കുന്നുണ്ടോ? അപ്പൊ കുട്ടാ അപ്പോൾ അവസാന തീരുമാനം എന്താണെന്ന് പറഞ്ഞെങ്കിൽ ജോലി നോക്കണമായിരുന്നു. നല്ല കളിക്കാരെ കിട്ടിയതിന് ശേഷമേ ഞാൻ ഇനി ടീം ഒരുക്കുന്നുള്ളൂ. ഏതായാലും ഇപ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിക്കണം കേട്ടോ ശരി, ഞാൻ തന്നെ അയച്ചു. ഇപ്പോഴങ്ങോട്ട് അയച്ചതേ ഉള്ളൂ. എനിക്ക് മനസ്സിലായില്ലേ? അതെനിക്ക് മനസ്സിലായി. നമ്മുടെ ഗോതവർമ്മ ട്രോഫിക്ക് വേണ്ടിയുള്ള ടൂർണമെന്റിന് ഒരു ടീം കൊടുക്കണമെന്ന് പറഞ്ഞ് എനിക്ക് കത്തുണ്ട്. റെഡി എന്ന് പറഞ്ഞ് ഞാൻ കത്തയച്ചു. ഓഹോ ശരി. ആശാനോട് ആലോചിക്കാതെ മറുപടി അയച്ചതിൽ വിഷമം തോന്നി. വിജയൻ വന്നതിൽപ്പറ്റി എനിക്ക് ഭയങ്കര ധൈര്യമാശാനെ എന്ന് വെച്ചാൽ ഭയങ്കര ചങ്കൂറ്റം. ഇനി ഞാൻ സത്യം പറയട്ടെ ആശാനെ, പറയട്ടെ ആശാനെ? പറഞ്ഞാ കേൾക്കാം. രവി ആശാന്റെ മകനാണെന്നാണല്ലോ പറയുന്നത്. പറയുന്നതല്ല, അങ്ങനെയാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അയ്യോ, ഞാനതിനെതിര് പറയാമെന്നല്ല. ആശാന്റെ മകനും നമ്മുടെ ടീമിലെ ഏറ്റവും നല്ല കളിക്കാരനുമായിരുന്നല്ലോ രവീന്ദ്രൻ. പക്ഷേ വിജയന്റെ മുൻപിൽ രവീന്ദ്രൻ ഒന്നുമല്ല. ആശാൻ എന്ത് തോന്നുന്നു? തോന്നുന്നതെല്ലാം മുതലാളി പറയുന്നുണ്ടല്ലോ. വിജയൻ നമുക്കൊരു വിജയമാണ് ആശാൻ. എവിടെയും മുട്ടാം. എന്ത് പറയുന്നു? നീ എന്താ രവി പറയുന്നത്? ഇതുവരെ പറഞ്ഞ അച്ഛന് മനസ്സിലായി. എന്റെ കാലൊടിച്ചു, എനിക്കിനി കളിക്കാൻ പറ്റില്ല. ഈ അവസരത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യാ? നാളെ ടൂർണമെന്റാ എന്ന് പറഞ്ഞ സമയ സന്ദർഭം ചോദിച്ചുകൊണ്ടാണ് കാലൊടുക്കുന്നത്. അങ്ങനെ സംഭവിച്ചു പോയി. അങ്ങനെ ഒരു ഉടുക്കൊണ്ടു ആശാന്. ടീം കൊടുത്തു കഴിഞ്ഞ് ഒരു കളിക്കാരൻ ഉടുക്കെന്ന് പറയാൻ തന്നെ ദുർലക്ഷണം. കാര്യം ശരിയാ, പക്ഷെ അപകടം സംഭവിച്ചു പോയില്ലേ? ഇനിയിപ്പോ എന്തോ ഉള്ളത് വെച്ച് നേരിടുക. നിങ്ങൾ എന്തോന്ന് ആശാനെ ഈ പറയുന്നത്? ഉള്ളത് വെച്ച് നേരിടാൻ പറ്റിയ പുള്ളികളാണോ? മൈസൂരിൽ നിന്നും പഞ്ചാബിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെ അല്ലേ ടീം വന്നിരിക്കുന്നത്? രവി കളിക്കുന്നില്ലെങ്കിലും വിജയനുണ്ടല്ലോ. രവിക്ക് പകരം ഞാൻ വേറെ ആരെങ്കിലും നിർത്തിക്കോളാം. ആശാൻ ഏറ്റോ? ഞാൻ ഏറ്റെന്നേ. ചതിക്കരുത്, മാനമാണ് എനിക്ക് വരുന്നത്. തോറ്റു പോയെങ്കിൽ തൊപ്പിടാൻ പോലെ എന്റെ തല കിട്ടത്തില്ല. തല വെക്കാൻ ദൂരക്കെട്ട്. മുതലാളി ധൈര്യമായിട്ടിരിക്കണം, ഞാനല്ലേ പറയുന്നത്. ആ എന്നാ ഇരുന്നോളാം.
മാനദണ്ഡങ്ങളെല്ലാം അങ്ങേക്കുള്ളതാണ്. ഞാൻ വെറും ഒരു അസംസ്കൃത വസ്തുവായിരുന്നു. എന്നാലും മാറ്റും മഹത്വം എല്ലാം അതിൻ്റെ തന്നെ. ഞാനൊന്ന് പൊടിയടച്ച് മിനിക്കുന്നു മാത്രമേ ഉള്ളൂ. കേട്ടോ ദേവി, വിജയന്റെ കളിക്ക് തന്നെയാണ് ഒരു പ്രത്യേക ഫോം. വിജയനെ കൂടെ എത്തിക്കൊണ്ട് പറയാൻ പാടില്ലാത്തതാ. എന്നാലും ഇത്രയും കാലമായിട്ടും നിനക്ക് പോലും ആ ഫോം കിട്ടി. ചോറുണ്ട് അതിനിങ്ങനെയാണോ ചോദിക്കുന്നത്? ഞാനൊന്ന് ഞെട്ടിപ്പോയല്ലേ. ആ കത്തി കൊണ്ട് എടുത്തിട്ട് എന്ന് പറയുന്ന പോലെയല്ലേ ചോറ് ചോദിക്കുന്നത്. നിനക്ക് എന്ത് പറ്റി? പറ്റിയതെന്ന് ഞാൻ പറയാം. അച്ഛൻ വിജയേട്ടനെ സ്തുതിക്കുന്നത് കേട്ടിട്ട് വലിയേട്ടന് സഹിക്കുന്നില്ല. ഇത് തന്നെ കാര്യം. അനാവശ്യം പറയാനുണ്ടല്ലോ. വേറെ നമുക്ക് ഇപ്പൊ എവിടെ പോയി? അന്ന് എനിക്ക് ഉപദേശിക്കുന്ന ആ പഴയ സ്പോർട്സ് മെൻസിന്റെ ഇനിയെങ്കിലും നിനക്ക് നേരെ ചൊവ്വേ നടക്കാൻ മേലെ. നീ ആരെ കാണിക്കാനായി മുടത്തുന്നത്? മുടങ്ങുന്നത് ആരെങ്കിലും കാണിക്കാനോ? എന്റെ അടുത്താണോ മോനെ ഈ വേല? നിന്റെ കാൽ ഉളുക്കിയെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഉളുക്കിയത് കാലല്ല മനസ്സാണ്. അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിന്റെ മനസ്സിലുള്ളതാ ഞാൻ പറഞ്ഞത്. മുതലാളി വിജയനെ സ്തുതിച്ച് പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാ ഞാനില്ലാതെ കളി ജയിക്കുന്നത് കാണട്ടെ നീയും കരുത്. അതല്ലേ സത്യം? ആരെല്ലാം ഒഴിഞ്ഞു മാറിയാലും ടീം കൊടുത്തു കഴിഞ്ഞാൽ കളി നടക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതിനാണ് എന്നെ പോലുള്ളവരെ കോച്ചായി നിയമിച്ചുകൊണ്ട് കമ്പനിയിൽ നിന്ന് ശമ്പളം തരുന്നത്. നീ ഇല്ലെങ്കിലും കളിക്കാമെന്നും കളി ജയിക്കാമെന്നും വിജയം തെളിയിച്ചില്ല. നീ ഇപ്പൊ ടീമിൽ ഒരു പ്രശ്നം പോലും അല്ലാതായി തീർന്നിരിക്കുക. വാശിക്ക് പോയിട്ട് എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ നേരെ നടന്നു പോ മോനെ. എന്തിനു മുടന്നു കിടന്ന് ഈ ശരീരം ക്ഷീണിപ്പിക്കും? മിസ്റ്റർ വിജയൻ, ഞാൻ മാലതിയെ വിട്ട് വിജയനെ ക്ഷണിച്ചത് ഒരു പ്രത്യേക കാര്യത്തിനായിട്ടാണ്. എനിക്ക് വിജയന്റെ ഒരു ഉപദേശം. അതെ, എനിക്ക് ഒരു ഫുട്ബോൾ ടീം തുടങ്ങിയാൽ കൊള്ളാം. അത് ഞാൻ എന്തൊക്കെയാ ചെയ്യണ്ടേ? ഉപദേശിക്കാൻ എന്തിരിക്കുന്നു? നല്ല കളിക്കാരുണ്ടെങ്കിൽ ടീമായി. അല്ല, അത് ശരി, അത് നല്ല കളിക്കാരെ വേണ്ടേ? സാമാന്യം കളിച്ചു തുടങ്ങിയാല് അന്യര് അച്ചിക്കാർ വന്ന് കൂടുതൽ ശമ്പളവും കൂടുതൽ ഉദ്യോഗവും കൊടുത്ത് അവർ കൊണ്ടുപോയി. ഫുട്ബോൾ കളിയേക്കാൾ വലുതാണല്ലോ ജീവിതം. എനിക്ക് അവിടെയാണ് സംശയം. ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ജീവിക്കുന്നു അതോ ജീവിക്കാൻ വേണ്ടി ഫുട്ബോൾ കളിക്കുന്നു? രണ്ടും കൂടി യോജിപ്പിച്ചുകൊണ്ട് പോകുന്നതാണ് നല്ലത്. എക്സ്ക്യൂസ് മീ മിസ്റ്റർ വിജയൻ, എത്ര രൂപ ശമ്പളമുണ്ട്? ഓഹോ, ഒരാളിന്റെ വയസ്സും വരുമാനവും ചോദിക്കുന്നത് മര്യാദകരാണെന്ന് എനിക്കറിയാം. എന്നാലും ഇത്രയൊക്കെ നമ്മൾ അടുത്ത് പഴകിയ സ്ഥിതിക്കാൻ ചോദിച്ചു പോവാണ്. 500 600? അയ്യോ, അത്രയ്ക്കൊന്നുമില്ല. അത്രയൊന്നും അല്ലെന്നോ ഇല്ലെന്നോ? എനിക്ക് 250 രൂപ ശമ്പളമുണ്ട്. എത്ര? 250 രൂപയോ? സത്യമാണോ മിസ്റ്റർ വിജയൻ പറയുന്നത്? അതെ സാർ. മിസ്റ്റർ വിജയനെ പോലുള്ള ഒരു ഫുട്ബോൾ താരത്തിന് വെറും 250 രൂപയോ? മതി. ക്ഷമിക്കണം മിസ്റ്റർ വിജയൻ, സോറി, ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണ്. കുഴപ്പമില്ല, ഇനി ചോദിക്കില്ല. വിജയൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. കളിയും ജീവിതവും യോജിപ്പിച്ചുകൊണ്ട് പോകണമെന്ന് മിസ്റ്റർ വിജയൻ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തേതിനേക്കാൾ നല്ല ഒരു ഉദ്യോഗവും കൂടുതൽ ശമ്പളവും തരാൻ ആരെങ്കിലും ഒരുക്കമാണെങ്കിൽ വിജയൻ അങ്ങോട്ട് പോകും. അതിപ്പോൾ ഫുട്ബോൾ കളിയേക്കാൾ വലുതാണ് ഒരു ജീവിതം. കളി ജീവിതവും യോജിപ്പിച്ചു കൊണ്ടുപോകണം. അത് മറക്കരുത്. അതാണ് നല്ലത്. എന്നെ സംബന്ധിച്ചിടത്തോളം വിജയനെ സംബന്ധിച്ചോളം തന്നെയാണ് പറയുന്നത് ഞാനും. ഇന്നത്തേക്കാൾ നല്ല ഒരു ജോലി, നല്ല ഒരു ശമ്പളം. എന്താ എന്റെ കമ്പനി ജോലിക്ക് മനസ്സിലായി? ഇന്നത്തേക്കാൾ നല്ലൊരു ശമ്പളം, അതായത് 500 രൂപ ശമ്പളം. പിന്നെ വിജയന് ഒരു പരിഗണന എന്നുള്ള നിലയ്ക്ക് ഫ്രീ ക്ലാസ്. എന്താ ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. വേണമെങ്കിൽ 2-3 മാസത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചോ. അത് പ്രയാസമുള്ള കാര്യമാണ്. പ്രയാസമോ? എന്തോന്ന് പ്രയാസം? എന്തൊക്കെയായാലും കടപ്പാട് എന്നൊന്നില്ല. എന്താണ് വിജയൻ? അവിടെ ജോലി ഉള്ളിടത്തോളം കാലമല്ലേ കടപ്പാടുള്ളൂ. മാത്യു കോശോട് വിജയൻ എന്താ കടപ്പാട്? അദ്ദേഹത്തിനോടുള്ള കടപ്പാടല്ല ഞാൻ പറയുന്നത്. എന്നെ ഞാനാക്കി മാറ്റി മറ്റൊരാളുണ്ട്. ഓ, കോച്ച് വിജയൻ നല്ല നിലയിൽ ഇരിക്കണം എന്നുള്ളേ കോച്ച് വിളിക്കാറുള്ളൂ. പോട്ടെ, വിജയന്റെ അഭ്യുദയകാംക്ഷയായ കോച്ച് പിള്ളയോട് ആലോചിച്ചതിന് ശേഷം മറുപടി പറഞ്ഞാൽ അത്രയല്ലേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. കാര്യം കിട്ടുന്നല്ലോ. പോളെ പോയില്ല, കാണാൻ.
കുട്ടികൾ നടക്കുന്നു ചുരുട്ട് നിന്റെ ഒരു ഉരുട്ട്. ഒരു മണിക്കൂറായി സുഖമായിട്ട് നടക്കുന്നു. നമസ്കാരം. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കും. നിങ്ങൾ വെറും ഒരു കോട്ടൻ. സത്യം പറഞ്ഞ രവീന്ദ്രൻ കളിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ ചങ്കനം. പിന്നെ നിങ്ങളുടെ ഒറ്റ ഒരാളുടെ സാമർത്ഥ്യം കൊണ്ട് മാത്രമാണ് കളിയിൽ. അത് ശരിയാണ്. കളി ജയിച്ചത് വിജയന്റെ താമസം കൊണ്ട് മാത്രം. അതാണ് പരമാർത്ഥവും. കളി കണ്ടവരുടെ ആശയത്തെ പറ്റി പറയുകയും ചെയ്തു. കേട്ടോ അച്ഛനെ, ഈ വിജയൻ നമുക്കൊരു മുതലാണ്. അത് ശരിയാ. അത് സംബന്ധിച്ചൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോഴും വന്നത്. വിജയന്റെ കഴിവ് വെച്ച് നോക്കുമ്പോൾ മുതലാളി കൊടുക്കുന്ന ശമ്പളം വളരെ കുറവാണ്. എന്നിതാര് പറഞ്ഞു? ആരെങ്കിലും പറയണം, എനിക്കറിയാൻ വയ്യ. അതുകൊണ്ട് എന്തെങ്കിലും കൂടെ കൂട്ടി കൊടുക്കണം. ആശാരത്തിൽ വെറുതെ ഇരിക്കുന്നുണ്ടോ? പിള്ളേരെ വഷളാക്കാനുള്ള പണിയും കൊണ്ട് വന്നിരിക്കുന്നു. ചേട്ടാ, മത്സരം കളി ജയിച്ചാൽ ഉടനെ ശമ്പളം കൊടുക്കണം. അങ്ങനെയാണ് എല്ലാ കളിക്കും കൊടുക്കണമല്ലോ. അങ്ങനെ ഓരോ കളിക്കാരും ശമ്പളം കൊടുക്കുന്നതിനോട് ചോദിച്ചാൽ എന്റെ യാത്രയിൽ കൂട്ടി പോരുക. പക്ഷേ അർഹതയുള്ളവരെ അവഗണിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ തന്നെ ശമ്പളം കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞ് വിജയനെ പലരും സമീപിക്കുന്നുണ്ട് എന്ന് വിജയൻ പറഞ്ഞു അല്ലേ? വിജയൻ പറഞ്ഞു. അല്ലാതെ തന്നെ എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. പിന്നെ ഒരു കടപ്പാടിന്റെ പുറത്ത് മാത്രം അയാൾ പോകാൻ നിൽക്കുന്നു. ആശാന് വേറെ ജോലിയുണ്ട്. ഇതൊക്കെ വെറും കളിപ്പീര തന്നെയാണ്. നമ്മളെ വരത്താനുള്ള പഞ്ഞില്ല. അല്ല, അവൻ ഇത്രമേ വലിയ പ്രിയമാണെങ്കിൽ അവൻ അങ്ങോട്ട് ചെല്ലട്ടെ. നമ്മൾ വേറെ ആമ്പിള്ളേരെ എടുക്കും, കളി പിടിക്കും. അല്ല, അത് വേറെ കാര്യം. എന്നാലും വിജയൻ കൂടെ നമ്മുടെ ടീമിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് പറഞ്ഞു. അത്ര വലിയ ആവുന്നതാകട്ടെ. ഒരു കളി ജയിച്ചുള്ള ശമ്പളം കൂടി ചോദിക്കുക. അവൻ അവന്റെ പാട്ട് നോക്കട്ടെ, അല്ലെങ്കിൽ പോയി തോട് തരണം. കത്തിടാ കത്തിക്കാൻ. ഇനി കത്തിക്കണമെങ്കിൽ കൊള്ളി വേറെ മേടിക്കണം. ഈ കടപ്പാടിന് വേണ്ടി ഒരാൾ സ്വയം നശിക്കുക എന്ന് പറയുന്നത് ഏതായാലും ബുദ്ധിപൂർവമാണ്. അങ്ങനെയാണെങ്കിൽ പരസ്പരമുള്ള കടപ്പാടുകൾ കൊണ്ട് ഈ ഭൂമിയിലുള്ള മനുഷ്യന് ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ മിസ്റ്റർ കെ പി കെ നായരുടെ കമ്പനിയിലേക്ക് പോകണമെന്നാണ്. അതിപ്പോൾ അച്ഛൻ നിർബന്ധിച്ച് പറഞ്ഞേക്കാണ്. ഇതുപോലൊരു നല്ല സന്ദർഭം കിട്ടിയത് പാഴാക്കികളെ വേണ്ടി പറയുന്നത് ഇല്ല. ഞാൻ നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നത് തന്നെയാണെന്ന് വരും. വിജയൻ എന്നോടുള്ള കടപ്പാടിനെ പറ്റിയല്ലേ സംസാരിച്ചത്? എന്താ കടപ്പാട്? ഞാൻ വിജയനെ ഫുട്ബോൾ കളി പഠിപ്പിച്ചു. ആ ഫുട്ബോൾ കളി കൊണ്ട് എവിടെ പോയാലും വളർന്നു വലുതാവുന്നതിന്റെ പരമാവധിയിൽ എത്തുന്നതാണ് എന്നോടുള്ള കടപ്പാട്. അതുകൊണ്ട് നിശ്ചയമായിട്ടും മിസ്റ്റർ കെ പി കെ നായരുടെ കമ്പനിയിലെ ജോലി സ്വീകരിച്ചേ പറ്റൂ. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ബന്ധങ്ങളും മുറിച്ചെറിഞ്ഞ് എന്നെ ഇവിടുന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലേ? അതും കൊള്ളാം. വേറൊരു കമ്പനിയിൽ ജോലി പ്രവേശിക്കുന്നു എന്ന് വെച്ച് എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകണമെന്ന് കഴിയുമെങ്കിൽ നാളെ തന്നെ അവിടെ ചെന്ന് ജോലിയിൽ പ്രവേശിക്കണം. എനിക്കത്രേ പറയാനുള്ളൂ. ഞാൻ ഇന്ന് തന്നെ ഈ വിവരത്തിന് ചന്ദ്രന് കത്തെഴുതുന്നു. അവന് നേരുണ്ടോ? നെറിവുണ്ടോ? അവന് നാണമുണ്ടോ? നന്ദിയുണ്ടോ? അവന് വലുതുമുണ്ട്. ആശാന്റെ അരിമ ശിക്ഷയില്ലേ? ആശാൻ തന്നെ പറ. ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് പറയാം. ഇവിടെ ഒന്നും സംഭവിച്ചില്ലേ? രൂപ മുടക്കി ഞാൻ കളി പഠിച്ചപ്പോൾ കമ്പനിയിൽ വന്നു. ഇത് നിസ്സാരമായ ഒരു കാര്യമാണ്. അത് ഞാൻ അന്നേ പറഞ്ഞില്ലേ. ആശാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കളിയായിരിക്കും. എന്നാ ഇതും കളിയാണെന്ന് വിശ്വസിച്ചാ പറഞ്ഞു. ശമ്പളത്തിൽ എന്തെങ്കിലും ശകലം കൂടുതൽ കൊടുക്കാൻ പറഞ്ഞപ്പോ മുതലാളി അവന്റെ അടുത്ത് പറഞ്ഞു പോയി തോട് തേക്കാൻ. അവൻ തോട് തേക്കാനൊന്നും പോയില്ല. നേരെ കെ പി കെ നായരുടെ കമ്പനിയിലോട്ട് പോയി. അതിനകത്ത് ഇത്ര വെപ്രാളപ്പെടാതിരിക്കും. വെപ്രാളം എനിക്കോ? അപകടം. വിജയം വരുന്നതിന് മുമ്പും നമ്മൾ കളിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്, ട്രോഫി വാങ്ങിയിട്ടുണ്ട്. ഈ കെ വി കെ നായരുടെ കമ്പനി ടീമിനെ തന്നെ നമ്മൾ പല പ്രാവശ്യം പൊട്ടിച്ചിട്ടില്ലേ? പല പ്രാവശ്യം പൊട്ടി. അതുപോലെ ഇനി പൊട്ടിക്കും. എന്ന് വെച്ചാൽ വിജയൻ വന്നതും പോയതും ഒരു പ്രശ്നമേ അല്ലെന്ന് നമ്മൾ തെളിയിക്കും. അതെ, അതാണ് അന്തം. അങ്ങനെ പറവൂരോട്ടെ. അപ്പോഴേ കേട്ടോ അച്ഛനെ, അവൻ നമ്മളോട് നന്ദികേട് കാണിച്ച് വലിയ ആളായിട്ടല്ലേ അവൻ ചെന്നിരിക്കുന്നത്. ചെന്ന പാടെ അവന് ഒന്ന് ഇരുത്തണം. അതായത് കളിച്ച് തോൽപ്പിക്കണം. കളിക്ക് നോട്ടീസ് കൊടുത്തേക്കാം. കളി ടീമും നമ്മുടെ ടീമും തമ്മിൽ ഒരു മത്സരം. ടിക്കറ്റ് ഇല്ലാതെ വെറും ഒരു എക്സിബിഷൻ മാച്ച് എന്ന് വെച്ചാൽ വിജയനെ തോൽപ്പിക്കാനുള്ള കളി എന്നാണ്.
നോട്ടീസൊക്കെ ഇത് തന്നെ പോട്ടെ. അങ്ങ് കാര്യമായിട്ട് പറയാം. മാത്യു കളി പറയത്തില്ല. വിജയന് പകരം ആര് കളിക്കും? അങ്ങനെ ചോദിക്കേ. വിജയന് പകരം ഒരാള് കളിക്കും. ആര്? മുതലാളി. എന്തുവാടാ നിന്റെ ചോദിച്ചാരാ? ഞാൻ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ എന്ന കാര്യത്തിൽ കൊച്ചുപിള്ളക്ക് സംശയമുണ്ടോ? ഞാൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ സംശയിക്കുന്നത്? എന്റെ ബംഗ്ലാവിൽ ഒരു മുറി നിറച്ച് കപ്പിരിക്കുന്നത് കൊച്ചുപിള്ള കണ്ടിട്ടുണ്ടോ? പലരും ചെയ്യുന്നത് പോലെ മുതലാളിയും അത് സ്വന്തം ചെലവിൽ ജയിച്ചു വെച്ചിരിക്കുന്നതാണെന്ന് ആ ആളുകൾ പറയുന്നത്. നിന്നോട് ആരെങ്കിലും ചോദിച്ചോടാ? ആളുകൾ പറയണ്ട, അത് നീ എന്തിനാ പറയാ? അപ്പോ മത്സരത്തിന് വേണ്ടി നോട്ടീസ് കൊടുത്തു വെക്കാം. ചുമ്മാ കൊടുത്തേ. അപ്പോഴേ പണ്ട് KBK എന്നായാലും പന്തിന്റെ പുറകെ ഓടിയിട്ടുള്ളവർ. ചുണയുണ്ടെങ്കിൽ കളിക്കാനാക്കാം. ഞാൻ കളിക്കുന്ന വിവരം നോട്ടീസിൽ പ്രത്യേകം. നമ്മൾ ഇതുവരെ എവിടെയെങ്കിലും പോയി കളിച്ച് തോറ്റിട്ടുണ്ടോ എന്റെ കോച്ചാശാനെ? ജയിക്കൂടാ, വീണ്ടും വീണ്ടും ജയിക്കൂടാ. കണ്ടോ, എന്തൊക്കെയാണെങ്കിലും ഇത് നേരിടാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ടീമൊക്കെ റീഓർഗനൈസ്. എന്താ വിജയം പറയാത്തത്? ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് പറയണോ? അതേ വേണ്ടു. ഇത് നമ്മളെ മനഃപൂർവ്വം അവമാനിക്കാനുള്ള വെല്ലുവിളിയാണെന്നതിന് യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ മിസ്റ്റർ വിജയന് വേണം ഈ മാച്ച് കളിക്കാൻ ധൈര്യപ്പെടും. അല്ല, അദ്ദേഹം പഴയ സ്പോർട്സ്മാൻ ആണെന്ന് തോന്നുന്നു. എന്നാൽ ഞാനും പഴയ ഒരു കളിക്കാരനാണ് കേട്ടോ. നമുക്കൊന്ന് നോക്കിക്കളാം. എടാ കൂട്ടാ, എന്റെ പഴയ പ്രശ്നം എടുത്ത് വേടാ. വെടിക്ക് വെടി അടിക്കടി. Captain Vijay, Raghu, Hanifa, Tangavi. ഇത് ക്യാപ്റ്റൻ സണ്ണി, മാത്യു.
എന്തിന് കൊള്ളാം. എന്റെ മാനം പോയി. അതിന് കളി കഴിഞ്ഞില്ലല്ലോ, ഇന്റർവെൽ ആയതല്ലേ ഉള്ളൂ. അത് തന്നെ ഞാനും പറഞ്ഞത്. ഇന്റർവെൽ ആയപ്പോൾ ഇതേ ഓരോ തടന്നു കിടക്കുന്നു. ഈ കണക്കിന് ട്രോഫി എങ്ങനെ വാങ്ങിക്കും? തോൽപ്പിച്ചതുപോലെ എനിക്ക് തോന്നുന്നു. വിജയേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇന്നലെ വരെ എന്നോട് കളിച്ച ടീമിനെയും രവിയെ ഒന്നും ഞാൻ തോൽപ്പിക്കാൻ പാടില്ലാത്തതായി. എനിക്ക് ഏതായാലും സന്തോഷമായി. വലിയേട്ടൻ ഇതേവരെ എങ്ങും തോൽക്കാതെ ഒരു അഹങ്കാരിയായിട്ട് നടന്നതാണ്. ആ വലിയേട്ടനെ വിജയേട്ടൻ തന്നെ തോൽപ്പിച്ചത് ഏതായാലും നന്നായി. വലിയേട്ടൻ തോറ്റതിലാണോ അതല്ല വിജയം ജയിച്ചതിലാണോ നിനക്ക് സന്തോഷം? ഒരു മൃഗത്തിനുള്ള നന്ദി പോലും നിൽക്കില്ലാതെ പോയല്ലോടി. വലിയേട്ടനെ വിജയം തോൽപ്പിച്ചത് നിനക്ക് വലിയ സന്തോഷമായിപ്പോയി അല്ലേ? എന്റെ തോൽവി ആ കമ്പനിയുടെയും തോൽവിയാണ്, അറിയാമോ? അവിടെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടാണ് നീ ഇവിടെ ആഹാരം കഴിക്കുന്നത്. ഓർമ്മ വേണം. ഇങ്ങനൊരു ആപത്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താകത്ത്? തനിക്ക് നല്ലൊരു ജോലി കിട്ടി, പോരാത്തതിന് ആരാധനം പറഞ്ഞു. ഇത് കൂടെ എന്ത് വേണം? എന്തായാലും നമ്മൾ തമ്മിൽ മത്സരിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അങ്ങനെ ഭംഗിവാക്കൊന്നും പറയാം. അത്രയേറെ ആളുകൾ കാണുക നീ എന്റെ മുന്നിൽ ബോൾ വെച്ചിട്ട് മാറുന്നത് അതെന്നെ അവമാനിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഈ ഫൗൾ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഞാനെന്ത് ചെയ്യും? ഫുട്ബോൾ കളിക്കാൻ അറിയാൻ പറഞ്ഞെങ്കിൽ പോയി ഓലക്കൊണ്ട് കെട്ടി കളിച്ച് പഠിക്കണം. അല്ലാതെ കളിച്ച് മിടുക്കന്മാരായി വളർന്നു വരുന്നവരുടെ നേരെ വഴക്കനിയില്ലെന്നുണ്ട്. ആശാൻ എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് ഈ ജോലി വേണം. കഴിയുമെങ്കിൽ എനിക്ക് ആ പഴയ ജോലി തന്നെ വാങ്ങിച്ചു തന്നാൽ മതി. വിജയൻ ഈ ജോലി തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടെങ്കിലും വിജയനെ പന്തുകളി പഠിപ്പിച്ചത് ഞാനാണെങ്കിൽ വിജയൻ ഞാൻ പറയാതെ ഈ ജോലി ഉപേക്ഷിക്കരുത്. ഇത് വിജയന് വേണ്ടി പറയുന്നതല്ല, വിജയന്റെ ചേട്ടൻ ചന്ദ്രന് വേണ്ടി പറയുന്നു. ഇതാണ് തുളസിയും. എന്താ തുളസി? എന്താ കാര്യം? കാര്യം പറയും തുളസി. ഇങ്ങനെ അകന്നു കഴിയാൻ എനിക്ക് പ്രയാസമാണ്. ഞാൻ കൂടി വരും. എങ്ങോട്ട്? എങ്ങോട്ടായാലും ഞാൻ വരാം. വിജയേട്ടൻ എന്നെ വിളിച്ചാൽ മാത്രം മതി. അത് ശരിയാണോ തുളസി? അങ്ങനെ വിളിക്കാനുള്ള അധികാരം എനിക്കുണ്ട്. വിജയേട്ടന് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. തുളസിയുടെ അച്ഛനും സഹോദരനും എന്ത് വിചാരിക്കും? ആരെന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. എനിക്കെന്റെ വിജയേട്ടനാണ് വലുത്. അപ്പൊ ഞങ്ങളൊന്നും നിനക്കൊരു പ്രശ്നമേ അല്ല. ഇവൻ വിളിച്ചാൽ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നീ ഇവന്റെ പിന്നാലെ പോവും അല്ലടി? പോവും. നീ പോവും അല്ലടി? അനാവശ്യം കാണിക്കുന്നു. ഇതെന്റെ ക്വാർട്ടേഴ്സാണ്. ഇതെന്റെ പെണ്ണാണ്. ആരായിരുന്നാലും എന്നെ കാണാനാണ് ഇവിടെ വന്നത്. എന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിമുട്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വിജയം മാറാനാണ് പറഞ്ഞത്. എന്റെ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ മാറില്ല. വിജയേട്ടാ, എടീ, നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? നീ കാരണമാണ് എല്ലാം സംഭവിച്ചത്. നിന്നെ ഞാൻ പോയി.
വന്നിട്ട് ഏറെ നേരമായോ? വന്നതേ വരും. തുളസി ഇങ്ങോട്ട് പോകുന്ന വിവരം അവിടെ ആരെങ്കിലും അറിഞ്ഞു? ആരും അറിഞ്ഞിട്ടില്ല. കണ്ടോ, വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കാൻ. ചേട്ടന് വേണ്ടി ഏത് കുഴപ്പവും നേരിടാൻ ഞാൻ ഒരുക്കമാണ്. അപ്പോഴേ ഇതൊന്നും ഇവിടെ നടപ്പില്ല. ഇത് കമ്പനി വക ക്വാർട്ടേഴ്സ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ കാണുന്നവർക്കൊന്നും കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ലിത്. പക്ഷെ കാണാൻ കൊള്ളാത്തതൊന്നും ഇവിടെ നടന്നില്ലല്ലോ. വാഴ തുറന്നല്ലേ ഇട്ടിരിക്കുന്നത്. തുളസി ആരോട് ചോദിച്ചുകൊണ്ട് ഇവിടെ വന്നു? എനിക്ക് ഇഷ്ടമല്ലാതെ താമസിക്കുന്ന സ്ഥലത്ത് വരാൻ ആരുടെ അനുവാദം ആവശ്യമില്ല. ഇഷ്ടമോ? ഇഷ്ടമൊക്കെ വീട്ടിൽ വെച്ചാൽ മതി. ഇത് ഞങ്ങളുടെ കമ്പനി വക ക്വാർട്ടേഴ്സ് ആണ്. ക്വാർട്ടേഴ്സ് നിങ്ങളുടേതായിരിക്കും, പക്ഷെ ഞാൻ നിങ്ങളുടെ അടിമയെന്നവർ. എനിക്കിഷ്ടമുള്ളവർ എന്നെ കാണാനുള്ളവർ. അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനിവിടെ മാറി താമസിച്ചു. അതുകൊണ്ടല്ല മിസ്റ്റർ വിജയൻ, വല്ല അപവാദവും പരന്നാൽ. ഒരു അപവാദവും പരക്കാൻ പോകുന്നില്ല. അഥവാ പരന്നാൽ തന്നെ അത് ഞാൻ സഹിക്കും. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണ്. അത് ഞാൻ അറിഞ്ഞില്ല. ക്ഷമിക്കണം മിസ്റ്റർ വിജയൻ, ക്ഷമിക്കണം തുളസി. പരിശോധിക്കാൻ ഒരാൾ വന്നിരിക്കുന്നു. ഇതാര് വാദന? അങ്ങനെ കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ സെമി ഫൈനലിൽ പേടിക്കണം. എന്തോതിനാ പേടി? നമ്മൾ ഫൈനൽസിൽ കളിക്കും. കളിക്കാതിരിക്കാനൊക്കത്തില്ല. പക്ഷേ ആനന്ദ ട്രോഫിയുടെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ സംശയം അല്ലേ? അല്ല, 2 വർഷമായിട്ട് ഈ ആനന്ദ ട്രോഫി നമ്മുടെ കയ്യിലാണ്. ഈ വർഷം കൂടെ കഴിഞ്ഞാൽ സ്ഥിരമായി. പിന്നെ ആനന്ദ ട്രോഫിയുടെ കാര്യം വരും. അല്ല, ഈ വർഷം കിട്ടിയില്ലെന്ന് അനുമാനിക്കാനുള്ള കാരണം എന്താ? ആശാൻ എന്തോന്നാ ഈ പറയുന്നത്? KVK ടീമുമായിട്ടല്ലേ നമ്മൾ ഫൈനലിൽ കളിക്കുന്നത്. അതിനകത്ത് മക്കളുണ്ട്. ആരാ? വിജയൻ. ആ, അത് ശരിയാണ്. വിജയൻ ശക്തനായ എതിരാളി. അതുകൊണ്ടാണ് ഞാൻ പേടിക്കണം പറഞ്ഞത്. അതിന് ഭയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, നമുക്കും കളിച്ചു നോക്കാം. ആശാൻ ഈസിയായിട്ട് പറയാം. അബദ്ധത്തിലെങ്ങാനും ട്രോഫി കയ്യിൽ നിന്ന് പോയാൽ ഞാൻ ചത്തുകളി. ആനന്ദ ട്രോഫി എന്ന് പറഞ്ഞാൽ എനിക്കെന്റെ അന്നക്കുട്ടിയെ പോലെ. ഏതായാലും നമുക്കൊന്ന് നോക്കിക്കളെ. എന്തായാലും അതൊരു പരീക്ഷണമാണ് കേട്ടോ. ആ, സ്പോർട്സ് അല്ലേ? ഞാൻ പറയുന്നത് ആശാ വിചാരിച്ചാൽ നടക്കും. ആനന്ദ ട്രോഫി നമ്മുടെ കയ്യിൽ ഇരിക്കും. എങ്ങനെ? മിസ്റ്റർ ജോൺ സ്റ്റീഫൻ തോന്നുന്നു. ആശാൻ വിചാരിച്ചല്ല, പക്ഷെ ആശാൻ വിചാരിക്കണം. എങ്ങനെന്ന് കൂടെ പറയണം. ഞാൻ തുറന്നു പറഞ്ഞേക്കാം. ഫൈനൽസിൽ വിജയം കളിക്കും. അതിനു വേണ്ടി എത്ര രൂപ വേണമെങ്കിലും മുടക്കാവുന്നു. പണം കൊടുത്ത് വിജയനെ മാറ്റിക്കളയാം. അതൊക്കെ ആശാന്റെ യുക്തം പോലെ ചെയ്തിച്ചാൽ മതി. മുതലാളിയുടെ ബുദ്ധിയുള്ള. ഏതായാലും ഞാൻ അതിനോട് യോജിക്കുന്നു. എന്തുകൊണ്ടില്ല? നമ്മൾ കാരണമല്ലേ വിജയ് ഈ നിലയിലെത്തിയത്. കാരണം എന്ന് പറയണ്ട, നമുക്കും പങ്കുണ്ട്. എന്ന് വെച്ച് വിജയന്റെ ഭാവി തകർത്ത് കളയാം. ഭാവി എങ്ങനെയാ തകരുന്നത്? കൂടി വന്ന KVK കമ്പനി തിരിച്ചുകൂടി വരും. അതിന് കൂടുതൽ ശമ്പളം കൊടുത്ത് ഞാൻ എന്റെ കമ്പനി ജോലി കൊടുക്കും. അപ്പോഴോ? അതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ അതിന് കൂട്ടുനിൽക്കില്ല. മാത്രമല്ല എതിർക്കുകയും. അപ്പോഴങ്ങനെയുമായി സ്പോർട്സിന് ചില തത്വദീക്ഷകളെല്ലാം. അതിന് നിരക്കാത്ത ഒന്നിനും എന്നെ കിട്ടില്ല. എല്ലാത്തിനും വേണ്ടേ ചില ധാർമ്മിക ബോധം. വളരെ ശരിയാണ്. ആശാൻ പറഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു ഗൗരവം എനിക്ക് മനസ്സിലായത്. വാസ്തവം ഇത്രയും ഗൗരവമുണ്ടെന്ന് ഞാൻ കരുതിയിട്ടില്ല. നമ്മൾ മുൻവാതിലിൽ കൂടിയാണ് സമ്മാനം വാങ്ങേണ്ടത്. പിൻവാതിലിൽ കൂടി വാങ്ങുന്ന സമ്മാനം പൊള്ളയായി. കളിച്ച് ജയിച്ച് ട്രോഫി വാങ്ങും. അതാണ് അന്തസ്. വളരെ വളരെ ശരി. ആശാൻ തൽക്കാലം കാര്യം ഇപ്പൊ ഞങ്ങൾ ഇതേപ്പറ്റി ഒന്ന് ആലോചിക്കട്ടെ. പിന്നെ വിളിക്കട്ടെ. ശരി, അപ്പൊ ഞാൻ മനസ്സിലായി. അയാളെ ഒരു ധാർമ്മിക ബോധം. ധർമ്മവും കിട്ടിയിരുന്നാൽ ആളുകൾ ട്രോഫി കിട്ടും. അയാൾ അങ്ങനെയൊക്കെ പറയുന്നത് മുതലാളി ഒന്ന് ധൈര്യം വരും. വിജയനെ ഞാനൊന്ന് കൈകാര്യം ചെയ്തു. എനിക്ക് അത്ഭുതം തോന്നുന്നു. നിങ്ങളെപ്പോലെ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരാൾ ഇവിടെ വന്ന് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അതെ, അതാണ് ചിന്തിക്കേണ്ട കാര്യമെന്ന് ഞാൻ പറഞ്ഞത്. മിസ്റ്റർ വിജയന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ നേട്ടങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. മുതലാളിക്ക് ട്രാഫിക് കിട്ടും, അത് മറ്റൊരു കാര്യം.
ഞാൻ നോക്കുന്നത് മിസ്റ്റർ വിജയന്റെ ഭാവിയാണ്. എന്ത് ഭാവി പറ്റിയാണ് നിങ്ങൾ പറയുന്നത്? സെമി ഫൈനൽസ് വരെ കളിച്ചിട്ട് പണവുമായിക്കൊണ്ട് ഫൈനൽസ് കളിക്കാൻ ഒരു കളിക്കാരന് എന്ത് ഭാവിയാണുള്ളത്? അവൻ സ്വയം പഠിക്കേ. അങ്ങനെയാണെങ്കിൽ ഫൈനൽസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്രൗണ്ടിൽ വെച്ച് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതൊരു പന്ത് കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം യുദ്ധരംഗത്തെ മുറിവാണ്. എന്ത് മുറിവ് സംഭവിച്ചാലും പിന്നെ കളിക്കാൻ ഒക്കെയില്ലെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് 2 നിർദ്ദേശം വയ്ക്കാം. അതിലേത് സ്വീകരിക്കാം? 700 രൂപ ശമ്പളത്തിൽ മിസ്റ്റർ വിജയന് മോലാലിയുടെ കമ്പനിയിൽ ഒരു ജോലി, കൂടാതെ മിസ്റ്റർ വിജയൻ ആവശ്യപ്പെടുന്ന മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാൻ മോലാൽ തരത്തിലുമാണ്. അതവിടെ നിൽക്കട്ടെ. നിർദ്ദേശങ്ങൾ പറയും. ഒന്നുകിൽ മറ്റന്നാളത്തെ ഫൈനലിൽ സുഖമില്ലെന്ന് പറഞ്ഞ് കളിയിൽ പങ്കെടുക്കാതിരിക്കുക. അതല്ലെങ്കിൽ കളി തുടങ്ങി 1-2 മിനിറ്റിനുള്ളിൽ കാലിലെന്തെങ്കിലും അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞ് കളിയിൽ പങ്കെടുക്കാതിരിക്കുക. രണ്ടാമത് പറഞ്ഞതാണ് സേഫായ മാർഗം. ആരെങ്കിലും അവിശ്വസിക്കുമോ? ആരും അവിശ്വസിക്കില്ല. പക്ഷെ എന്റെ മനസാക്ഷി മനസാക്ഷിയും മണ്ണാക്കട്ടിയും ജീവിക്കാൻ പഠിക്കും. ജീവിക്കാൻ പഠിക്കും. ജീവിക്കാൻ മനസാക്ഷി ആവശ്യമില്ലെന്ന് എനിക്കിതുവരെ തോന്നിയില്ല. അത് നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് എനിക്കിപ്പോ ബോധ്യമായി. അതുകൊണ്ട് ഇനി നിങ്ങൾ ഇരിക്കാൻ പാടില്ല. എഴുന്നേക്കണം, എഴുന്നേക്കണം. നിങ്ങൾ പോയിട്ട് എനിക്ക് വേറെ ജോലിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇറങ്ങി പോകണം. ഇഷ്ടപ്പെടും. സ്പോർട്സിന്റെ പദത്തിന്റെ അർത്ഥം പോലും നിങ്ങൾക്കറിയില്ല. മേലുള്ള പദം പറഞ്ഞാൽ നിങ്ങളുടെ നാമർക്കില്ലേ? ഇറങ്ങുപടി. അല്ല മുതലാളിയോ? എന്റെ വിജയ എനിക്കൊരു അബദ്ധം പറ്റി. അബദ്ധമോ? അല്ല, മറ്റൊരാളുടെ വക കമ്പനി കോർപ്പറേഷനിൽ ഞാൻ വരുന്നത് ശരിയാണോ എന്നെനിക്കൊരു സംശയം. ക്വാർട്ടേഴ്സ് ആരുടേതായാലും ഇവിടെ താമസിക്കുന്ന ഞാനല്ലേ. വാസ്തു എന്തൊക്കെയാണെങ്കിലും നമ്മൾ തമ്മിൽ ഒരു ആത്മബന്ധമുണ്ടല്ലോ. എവിടെ പോയാലും അത് മറക്കാനോ പറ്റുന്നില്ലല്ലോ. മിസ്റ്റർ വിജയനോട് എന്തെങ്കിലും പറയണമെങ്കിൽ വേറെ ആളിനെ പറഞ്ഞുകൊണ്ട കാര്യമുണ്ട്. പക്ഷെ എനിക്ക് ആ ബുദ്ധി പോലും. അതുകൊണ്ടാണ് ഞാൻ ആ ജോൺ സ്റ്റീഫനെ പറഞ്ഞയച്ചത്. അതുകൊണ്ട് എന്തു പറ്റി? അയാൾ ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം അലങ്കോലമാക്കി. അങ്ങനെ അലങ്കോലമൊന്നും ആയില്ലല്ലോ. ഇല്ലെന്നാര് പറഞ്ഞു? ഞാൻ അയാളോട് പറഞ്ഞയച്ചത് ഒന്ന്, അയാൾ ഇവിടെ നിന്ന് പറഞ്ഞത് വേറൊന്ന്. ഇനി അലങ്കോലമാകാൻ എന്തു വേണം? അപ്പോ മുതലാളി പറയാത്ത കാര്യങ്ങളാണോ അയാൾ ഇവിടെ നിന്ന് പറഞ്ഞത്? ആണോ അല്ലയോ എന്ന് മിസ്റ്റർ വിജയൻ തന്നെ തീരുമാനിച്ചു. ഞാൻ എണ്ണിച്ചു ഒരു എഗ്രിമെന്റിന്റെ കാര്യത്തെ പറ്റി അങ്ങനെ പറഞ്ഞു. എഗ്രിമെന്റ്? അതെ, മിസ്റ്റർ വിജയൻ ജോലി ചെയ്യുന്നതോളം കാലം എന്റെ കമ്പനി ഞാൻ ജോലി തന്നോളാം എന്നുള്ള എഗ്രിമെന്റിനെ പറ്റി ഒന്നും പറഞ്ഞു. ഒരു 800 രൂപ ശമ്പളത്തെ പറ്റി അങ്ങനെ പറഞ്ഞു? ഇല്ല. 1 വർഷത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് നേരത്തെ തന്നുകൊള്ളാം എന്നതിനെ പറ്റി പറഞ്ഞു? അതും പറഞ്ഞില്ല. ഫ്രീ ക്വാർട്ടേഴ്സ് തന്നുകൊള്ളാം എന്നതിനെ പറ്റി വലുത് പറഞ്ഞു? അല്ല, മുതലാളി ഇതൊക്കെ പറയുന്നത് ഞാൻ ഫൈനൽസിൽ കളിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ? അത് വേറെ പ്രശ്നം. ഞാൻ പറഞ്ഞയച്ചതുപോലെ അയാൾ ഇവിടെ വന്ന് പറഞ്ഞോ ഇല്ലയോ അതാണ് എന്റെ ചോദ്യം. പറഞ്ഞാലും ഇല്ലെങ്കിലും ഇക്കാര്യത്തിൽ എന്നെ പ്രതീക്ഷിക്കേണ്ട. അതല്ല വിജയൻ, അങ്ങനെ മിസ്റ്റർ വിജയനോട് ഒരു കാര്യം പറയാൻ എനിക്ക് അർഹതയുള്ളതല്ലേ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ഞാൻ കേൾക്കുന്നത്. മിസ്റ്റർ വിജയനെ ഞാൻ എന്റെ ഒരു പങ്കുകാരനാക്കിയത് അല്ലെന്ന് ഞാൻ പറഞ്ഞത്. ആദ്യമായിട്ടൊരു ജോലി തന്നു ഞാൻ. അത് ഞാൻ നിഷേധിക്കുന്നു. അവിടെ ജോലി ചെയ്തപ്പോഴും ടീമിൽ കളിച്ചപ്പോഴും 100% ആത്മാർത്ഥത കാണിച്ചു എന്നാണ് എന്റെ വിശ്വാസം. ഇന്ന് ഞാൻ മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യും. അതേ കമ്പനിയിൽ കാണിച്ച ആത്മാർത്ഥത തന്നെ ഈ കമ്പനിയിൽ ഞാൻ കാണിക്കാൻ ബാധ്യസ്ഥനാണ്. അല്ലെന്ന് മുതലാളി പറയാം. ആത്മാർത്ഥത കാണിക്കണം, പക്ഷെ ആദ്യം എന്നോട് കാണിച്ചിട്ട് പിന്നെ കേൾക്കാനാവില്ല. അതെങ്ങനെ? ഒരു കളിയിൽ 2 ആത്മാർത്ഥത കാണിക്കാൻ പറ്റും. ആത്മാർത്ഥതയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ആ ആനന്ദ ട്രോഫി വാങ്ങുന്നതിൽ മിസ്റ്റർ വിജയന് എതിരുവല്ലോ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. 2 വർഷമായിട്ട് എന്റെ കയ്യിൽ ഇരിക്കുന്നതാണ്. ഈ വർഷം കൂടെ കിട്ടിയാൽ സംഗതി സ്ഥിരം. പിന്നെ ഒരുത്തരം കൊണ്ടുപോയി
വാങ്ങിച്ചു മുതലാളി, ഞാൻ അതിനെതിരല്ല. അതുകൊണ്ട് മിസ്റ്റർ വിജയൻ എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെ സഹായിക്കാനാ? ഇതാ ഇതിരിക്കട്ടെ. എന്തായാലും ഓക്കെ, ഇത് രൂപയാണല്ലോ മുതലാളി. അതെ, 2000 രൂപ ഉണ്ട്. ഇനി വിജയൻ കളിക്കും. ഞാൻ കളിക്കാൻ മുതലാളി രൂപ തരുന്ന എന്തിനാണ്? ആ കളി ഒരു കാര്യം, എത്ര കളിച്ചാലും എങ്ങനെ കളിച്ചാലും എനിക്ക് ട്രോഫി കിട്ടത്തക്ക വിധമായിരിക്കണം കളി. സംഗതി മനസ്സിലായത്? ആർക്കും ഒരു സംശയവും തോന്നരുത്. മുതലാളി ജോൺ സ്റ്റീഫനേക്കാൾ ബുദ്ധിമാനാണ്. എന്താ, അതൊരു നല്ല ബുദ്ധിയില്ല. അപ്പൊ മുതലാളി എനിക്ക് വില കണ്ടത് വെറും 2000 രൂപ മാത്രം. അങ്ങനെന്താ, ഓരെങ്കിൽ ഇനിയും തരാം. എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി. ഏതായാലും തൽക്കാലം ഇത് മുതലാളിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ബാക്കി ഞാൻ തരാമെന്നല്ലേ പറഞ്ഞത്. എത്ര വേണമെന്ന് അറിയാൻ ഞാൻ അങ്ങനെ തരുന്നുണ്ട്. കൊണ്ട് പോണം മുതലാളി നിങ്ങളുടെ പണം. പന്ത് കളിക്കാതെ വെറും പട്ടികളാക്കരുത്. പന്ത് കളിക്കുന്നതോടൊപ്പം ജീവിക്കാൻ വേണ്ടി ശമ്പളം കൂടുതൽ ആവശ്യപ്പെട്ടു എന്ന് വന്നേക്കും. ശമ്പളം കൂടുതൽ കൊടുക്കുന്നിടത്ത് പന്ത് കളിക്കാൻ പോയി എന്നും വരും. പക്ഷെ പണം വാങ്ങിച്ചുകൊണ്ട് പന്ത് കളിയിൽ ആരും വഞ്ചന കാണിക്കാറ്. അങ്ങനെ കാണിക്കുന്നവർ ആരായിരുന്നാലും അവൻ പന്ത് കളിക്കാനുള്ള പേരിന് അർഹനുമാണ്. അറിയേണ്ടത് പറഞ്ഞു, ചെയ്യേണ്ടത് ചെയ്തു. മാത്തച്ഛൻ മുതലാളിയുടെ കാറ് വളവിൽ കിടക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇവിടെ എന്തെങ്കിലും വളവ് നടക്കുന്നുണ്ടോ. എല്ലാം കേട്ടോടെ ഞാൻ വെളിയിൽ നിൽക്കുകയായിരുന്നു. നിൽക്കണം മുതലാളി, പണം കുടിക്കാൻ പോകണം. ഞാൻ തന്നെ എടുത്ത് കൊടുത്തേക്ക്. ഇതോ ഞങ്ങളെല്ലാം സഹ മുതലാളിമാരാണ്. ആനന്ദ ട്രോഫി വേണമെന്ന് വലിയ നിർബന്ധമാണല്ലയോ, ഇല്ലാതെ ഉറക്കം വരില്ല. ഈ ട്രോഫിയോടും അവാർഡിനോടുമുള്ള ഓരോരുത്തരുടെ മോഹത്തെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് കിട്ടില്ലെന്നുണ്ടോ ഇവന്മാരെ നമുക്കൊരു മോട്ടിച്ചു. അവനാരായാലും ഇത്രയും ചിന്തിക്കാനുള്ള എന്റെ കാര്യം പോട്ടെ. മുതലാളി പറഞ്ഞാൽ ആരാ? മുതലാളി നേരിട്ട് അവന്റെ മുറിയിൽ ചെന്ന് സംസാരിച്ച സ്ഥിതിക്ക് അവൻ എത്ര വലിയ കളിക്കാരനായിരുന്നാലും ശരി അനുസരിക്കേണ്ടതല്ലായിരുന്നു. അനുസരിച്ചതെന്ന് മാത്രമല്ല, അവൻ എന്നെ അപമാനിക്കും കൂടി ചെയ്തു. അവനോട് ഇതിന്റെ പ്രതികാരം ഞാൻ ചോദിച്ചില്ലെങ്കിൽ ബാക്കി കാര്യം പറയാം. എന്തായാലും ശരി, അവനെ കമ്പനിയിൽ തിരിച്ചയക്കാനുള്ള പണി നമുക്ക് ഉടനെ ചെയ്യാം. അത് മാത്രം പോരാ, അവൻ സെന്റർ. അവൻ ഒരു പണിയും കിട്ടാതെ ഈ റോഡിൽ കൂടെ സെന്റ് നടക്കുന്നത് ഞാൻ എനിക്ക് കാണാം. ഉടനെ അവൻ ഓടി വന്ന് എന്റെ പൊന്നു മുതലാളി എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് എന്റെ കാക്ക വന്ന് വീഴും. മുതലാളി അടങ്ങിയിരുന്നു. ഞാൻ വീഴ്ചനാവുന്നു. ഞങ്ങളോട് വേണ്ടേ, ഇതുപോലെ കടന്ന കൈയായി പോയി. എന്താ, എന്തുണ്ടായി? മുതലാളി വിജയനെ കാണാൻ പോയത്. ഇപ്പൊ ഇത് ചോദിക്കാൻ കാര്യം നാട്ടിലൊക്കെ പാടാണ്. അതിന്റെ കാര്യം, മുതലാളി വിജയനെ കാണാൻ കുറെ നോട്ടുകെട്ടുമായി പോയി. വിജയൻ നോട്ടുകെട്ട് വാങ്ങി മുതലാളിയുടെ മുഖത്തെറിഞ്ഞു. എന്നിട്ട് പെടലിക്ക് പിടിച്ച് പുറന്തള്ളി. അതാണ് വർത്തമാനം. എങ്ങനെ വെളിയിറങ്ങി നടക്കും? പെടലിക്ക് പിടിച്ച് പുറത്തല്ലേ ഒന്നുമില്ല, അത് വ്യായം. അവിടെ നടന്നൊന്നും എനിക്കറിയണ്ട. മുതലാളിയുടെ ടീമിലെ കളിക്കാരായ ഞങ്ങളെ മുതലാളി എന്നെ അവമാനിക്കില്ലേ ചെയ്ത്. ഞങ്ങൾക്ക് കളിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് വിജയനെ ചാക്കിടാൻ പോയത് എന്നൊക്കെയല്ലേ ആളുകൾ പറയുന്നത്. ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല രവീന്ദ്രനാഥ്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. ഞാനും കോച്ചാശാനും സമപ്രായക്കാരും ക്ഷമിച്ചിരണം. ഇതൊന്നും ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ ഇനി മുതലാളിയുടെ ടീമിൽ കളിക്കുന്നില്ല. കർത്താവെ ചതിക്കല്ലേ മിസ്റ്റർ രവീന്ദ്രനാഥ്, ഇത് കാര്യമായിട്ട് പറഞ്ഞതാണ്. കളി പറയാൻ നിങ്ങളെ എന്റെ കാമുകയാണ്. എന്റെ കഴിവിൽ വിശ്വാസമില്ലാത്ത ഒരാളുടെ ടീമിൽ കളിക്കാൻ ഞാൻ തയ്യാറില്ല. ഒരു കളിക്കാരന്റെ പണത്തേക്കാൾ ആവശ്യം വിശ്വാസവും പ്രോത്സാഹനവുമാണ്. ഇവിടെ പ്രോത്സാഹനവുമില്ല, വിശ്വാസവും. ഞാൻ ഇവിടുന്ന് തിരിഞ്ഞു പോവാം. എന്റെ പൊന്ന് രവീന്ദ്രനാഥ്, എന്നെ കൊല്ലരുത്. ഈ അവസരത്തിൽ രവീന്ദ്രനാഥ് കളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചങ്ക് പൊട്ടി മരിച്ചു പോകും. നമ്മുടെ ആനന്ദ ട്രോഫി 3ാം പ്രാവശ്യം കൂടെ നമ്മുടെ കൈ കിട്ടിയിട്ട് ഞാൻ ചത്തോളാം. കർത്താവിനെ കൊണ്ട് കളിക്കരുത്. അദ്ദേഹം മനഃപൂർവ്വം നിങ്ങളെ അവമാനിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ശുദ്ധഗതിയോട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതിന് ഇത്രയേറെ മാറ്റി പിടിക്കുന്നത് രവീന്ദ്രനാഥ്. വാശിയാണ്. എനിക്ക് വലിയ അഭിമാനം. ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കുന്നു. എന്നോട് ക്ഷമിക്കും. ഇതിൽ കൂടുതൽ മുതലാളി വിഷമിപ്പിക്കരുത് രവീന്ദ്രനാഥ്. ശരി, കൈവിടും. എന്റെ ടീമിൽ നിന്ന് പിരിഞ്ഞു പോവോ? ഇല്ല. എന്റെ ടീമിൽ കളിക്കുവോ? പിരിഞ്ഞു പോവില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ പോകും. ഇത്രയും സമയം കൊണ്ട് ഞാൻ പരലോകം കണ്ടുപോയി. ഒറ്റാലിക്കിടന്ന് എടുക്കാൻ പോയപ്പോ കുടത്തിക്കിടന്ന് വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞ അവസ്ഥയിൽ ഞാനും വല്ലാതെ വിഷമിച്ചു പോയി. വിഷമിക്കാൻ കണക്ക് തന്നെ ഉള്ളൂ. ആ വിജയന്റെ കാര്യം എങ്ങനെ? മുതലാളിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ആനന്ദിക്കണം. മുതലാളിക്ക് തന്നെ കിട്ടും. അത് നിർബന്ധമാണ്. പിന്നെ അവരെ ഒന്ന് അടക്കണം. വിജയൻ അടക്കണമെന്ന് പറഞ്ഞാൽ പെട്ടിയിലടക്കണമെന്നാണ്. അത് വേണ്ട, അവനെ നിലത്ത് നിർത്തണം.
നൽകിയില്ല. അക്കാര്യം അവർ കളിക്കണം, അവർ തോക്കണം, നമുക്ക് ട്രോഫി കിട്ടണം. ശരി, വിജയ് ഫൈനൽസിൽ കളിക്കും, തോക്കും, ട്രോഫി നമ്മൾ വാങ്ങിക്കാം. എന്താ അവന്റെ കൂടോത്രമാണ്? അക്കാര്യം മുതലാളി അറിയില്ല. ഒരു 5000 രൂപയ്ക്ക് തരാം. സംഗതി സാധിക്കാമെങ്കിൽ 5000 പകരം 50,000 രൂപ ഞാൻ തരും. സാധിക്കാമോ? സാധിക്കാം. ഏറ്റല്ല അക്കാര്യം ഞാൻ ഏറ്റു. ഏറ്റൽ പണം ഞാൻ എത്തും. ബഹുമാനപ്പെട്ട KBK അവർക്കും പ്രിയമുള്ള ഫുട്ബോൾ താരങ്ങൾക്കും എന്റെ വിനീതമായ ഒപ്പ്. തികഞ്ഞ സൗഹാർദ്ദത്തോടും സന്മനോഭാവത്തോടും കൂടി ഇന്നത്തെ ഈ രാത്രി ഈ ക്യാമ്പ് ഫയറിൽ സംബന്ധിച്ചിരിക്കുന്ന ഇരു ടീമുകളിലെയും അംഗങ്ങൾ നാളെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് മത്സരിക്കേണ്ടവരാണ്. ജയവും തോൽവിയും മത്സരത്തിന്റെ ഉടപ്പടി. നിറഞ്ഞ സഹനശക്തിയോടും തുറന്ന മനസ്സോടും മത്സരിക്കുവാൻ കാണിക്കുന്ന മഹാമത്സരതയാണ് സ്പോർട്സിന്റെ ഏറ്റവും വലിയ നേട്ടം. ഈ വക സന്ദർഭങ്ങളിൽ പണമോ ഉദ്യോഗമോ കാണിച്ച് കളിക്കാരെ മയക്കുകയോ തളർത്തുകയോ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളെ കുറിച്ചാണ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു മഹാനാണ്. പോരാ, അദ്ദേഹം ഒരു മഹാനാൻ, വലിയ മഹാനാണ്. എല്ലാവിധ പ്രലോഭനങ്ങൾക്കും പ്രീണനങ്ങൾക്കും ഉപരിയായി നിൽക്കേണ്ട ഒരു സ്പോർട്സ്മാൻ പണമോ ഉദ്യോഗമോ കണ്ടാൽ തളർന്ന് താഴെ വീണു പോകുമോ എന്ന് പരീക്ഷിച്ച് നോക്കുന്ന ആ യഥാർത്ഥ സ്പോർട്സ് പ്രേമിയായ ആ വലിയ മനുഷ്യൻ ഒരു മഹാനതയാണ്. അത് പോകട്ടെ, നമുക്ക് പ്രശ്നത്തിലേക്ക് കിടക്കാം. ഈയിടെ മ്യൂണിക്കിൽ വെച്ച് നടന്ന ഒളിമ്പിക് മത്സരത്തിൽ ദുരാഗ്രഹികളായ വൻകിട രാഷ്ട്രങ്ങൾ സ്വർണത്തിനും വെള്ളിക്കും വേണ്ടി മരണപ്പിടുത്തം പിടിച്ചപ്പോൾ ആർഷ സംസ്കാരത്തിന്റെ തികഞ്ഞ ആത്മസംയമനത്തോടെ വെറും ഒരു ഓട് മാത്രം വാങ്ങിക്കൊണ്ട് ശാന്തസുന്ദരന്മാരായി മടങ്ങിപ്പോന്ന ഋഷിതുല്യരായ സ്പോർട്സ്മാൻമാരുടെ പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഓടെങ്കിൽ ഓടം. വൻകിട രാഷ്ട്രങ്ങൾ ഒളിമ്പിക് മത്സരങ്ങൾ പോലുള്ള ആഗോള മത്സരങ്ങൾ മനസ്സിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് കുട്ടിപ്രായം മുതലേ രാഷ്ട്രത്തിന്റെ പരിപൂർണ ഉത്തരവാദിത്വത്തിൽ കളിക്കാർക്ക് പരിശീലനവും പ്രോത്സാഹനവും കൊടുത്ത് വളർത്തിയെടുക്കുമ്പോൾ സ്വന്തം കമ്പനിയുടെ പരസ്യമെന്ന സത്യം കാഴ്ചപ്പിടിച്ചുകൊണ്ട് സ്പോർട്സിന്റെ വളർച്ച എന്നുള്ള വ്യാജം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പണം വാരിക്കോരി ചെലവഴിച്ച് ടീമുകൾ സംഘടിപ്പിക്കുന്ന മേജർ KBK നായരെയും മിസ്റ്റർ മാത്യു കോശിയെയും പോലുള്ള വ്യവസായ പ്രമുഖർ ഈ രാജ്യത്തില്ലായിരുന്നു എങ്കിൽ സ്പോർട്സ് എന്നൊരു ഐറ്റം പോലും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളത് വെറും ഒരു സത്യം മാത്രമാണ്. മറ്റുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ തമ്മിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ജീവാത്മാവും പരമാത്മാവും തമ്മിലാണ് ഫുട്ബോൾ കളിക്കുന്നത്. അത് നമുക്ക് നേട്ടമാണോ? അല്ല, നമുക്കൊരു കോട്ടം തന്നെയാണ്. അതുകൊണ്ട് നാളത്തെ കളിയും കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും പിരിയുമ്പോൾ ഇന്നത്തെ ക്യാമ്പ് ഫയറിന്റെ മധുരസ്മരണകൾ മരണം വരെ നിങ്ങളെല്ലാം ഹൃദയങ്ങളിൽ തങ്ങി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് പോയി.
സുപ്രസിദ്ധമായ ആനന്ദ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഫൈനൽസ് മത്സരം നടക്കാൻ പോവുകയാണ്. ഒളിമ്പ്യൻ രവിയുടെ നേതൃത്വത്തിലുള്ള വേൾഡ് ചാലഞ്ചേഴ്സ് കഴിഞ്ഞ 2 വർഷങ്ങളായി നേടിയെടുത്ത ആനന്ദ് ട്രോഫി ഈ വർഷവും അവർക്ക് ലഭിച്ചാൽ ഈ വിലപ്പെട്ട ട്രോഫി അവർക്ക് സ്വന്തമാക്കാവുന്നതാണ്. പക്ഷേ ഈ വർഷവും അവർക്ക് ട്രോഫി ലഭിക്കുമോ പറയാനായിട്ടില്ല. അഖിലേന്ത്യാ പ്രശസ്തിയുള്ള കേരള ടൈഗേഴ്സിനോടാണ് ഇന്ന് അവർക്ക് ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുള്ളത്. ഈ വർഷത്തെ വിവിധ ടൂർണമെന്റുകളിലായി അതാ മുഖ്യാതിഥി മുഹമ്മദ് ആസം സ്ഥലത്തെത്തി കഴിഞ്ഞു. ഈ വർഷത്തെ വിവിധ ടൂർണമെന്റുകളിലായി ബംഗാൾ യങ് ഷൂട്ടേഴ്സ്, ഹൈദരാബാദ് ഇൻവിസിബിൾസ്, അമൃത്സർ ഹീറോസ് എന്നിവരെ തോൽപ്പിച്ച വേൾഡ് ചാലഞ്ചേഴ്സ് കേരള ടൈഗേഴ്സിനോടാണ് ഏറ്റുമുട്ടുന്നത്. കേരള ടൈഗേഴ്സും മോശക്കാരല്ല. എന്താ നിങ്ങളുടെ ശിഷ്യൻ ഇങ്ങനെ കളിക്കുന്നത്? എങ്ങനെയിരിക്കുന്നു? സമ്മതിച്ചിരിക്കുന്നു. ഇതെങ്ങനെ സാധിച്ചു? വിജയനായിട്ടില്ല സാർ. വിജയ് മേലെ കയറിയില്ലേ? ഓഹോ, കളി ഉഴപ്പിയതുകൊണ്ട് ഞാൻ വഴക്ക് പറയുമെന്ന് വിചാരിച്ചായിരിക്കും മേലെ കയറാറ്. ഡ്രൈവർ വണ്ടി തിരിച്ചു വിടും, നേരെ സ്റ്റേഡിയത്തിൽ പോട്ടെ. അവൻ ബോധപൂർവം തന്നെ വാനിൽ കയറാതെ മാറിയതാണ്. അവൻ നമ്മെ ചതിക്കേ. നിങ്ങളോട് ഇതുവരെ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും നാളത്തെ കളിയുടെ കഴിയാതെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. இது என்ன நியாயம் சார்? இன்னைக்கு மேட்ச் முடிஞ்ச உடனே என்ன அனுப்புறேன்னு தானே சொன்னீங்க. நாளைக்கு நான் கச்சேரிக்கு கோயம்புத்தூர்ல வாசிக்கணும் சார். ഇത് ഞങ്ങൾ മനഃപൂർവ്വം ചെയ്താണോ? ഇന്നത്തെ കളി നാളത്തെ കൂടി നീളുമെന്ന് ഞങ്ങൾ ആരെങ്കിലും വിചാരിക്കും? ஐயோ, இது ரொம்ப அக்கிரமமா போச்சே. இந்த மாதிரி நீங்க யாரையும் சதி செய்யக்கூடாது சார். எனக்கு இப்பவே இந்த கோச்சு பிள்ளை சாரை பார்க்கணும். അതിന് ഞാൻ കൂടെ സമ്മതിക്കട്ടെ. താൻ കോച്ചുകളെയും കാണുന്നില്ല, ഒരു പാച്ചുകളെയും കാണാൻ പോകുന്നില്ല. നാളത്തെ കളിയുടെ കഴിഞ്ഞ അതുവരെ മര്യാദയുടെ കഴിയും നടന്നത്. தயவுசெய்து நான் சொல்றது கொஞ்சம் கேளுங்க சார். கோயம்புத்தூர் பாட்டுக்கிட்ட இருந்து 2 மாசத்துக்கு முன்னே நான் அட்வான்ஸ் வாங்கிட்டேன். நான் கண்டிப்பா கல்யாணத்துக்கு போய் வாசிக்கணும் சார். இல்லைன்னா நான் கொண்டு விடுவாங்க சார். என் குழப்ப கெடுத்துறாருங்க சார். எப்படியாவது நீங்க இன்னைக்கு என்ன அனுப்பிச்சுதான் ஆகணும். വീരാസ്വാമി, തന്നോട് അവസാനമായ ഒരു കാര്യം പറയുക. താൻ എത്ര ശ്രമിച്ചാലും എന്തൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞാലും നാളത്തെ കളിയുടെ കഴിയാതെ എനിക്ക് പോകാൻ പറ്റില്ല. അതിനു മുമ്പ് പോകണമെന്ന് പണം കൂട്ടിയാൽ കഴുത്തു പറ്റി. എന്താണ് ഈ രോഗിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. നാളത്തെ കളിക്ക് പങ്കെടുക്കുന്നുണ്ടോ, അതോ നാട് വിട്ടോ, അതോ ചത്തോ, ഒന്നും മനസ്സിലാകുന്നില്ലോ. എനിക്കാവോ? മുതലാളി കൊടുത്തേച്ചാ മതി. സംഭവിച്ചിരിക്കുന്ന എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. സംഭവിച്ചിരിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മാത്യു കോശി പണം കൊടുത്ത് അവരെ വിലക്കെടുത്തു. വേറെ വിചാരമൊന്നുമില്ല.
എന്തോ അത്യാവശ്യം പ്രമാണിച്ച് തൃശ്ശൂര് അവന്റെ മറ്റവരെ കാണാൻ പോയിരിക്കുന്നു. നാളെ കളിക്കുമ്പോൾ എത്തിക്കോളാം. അവനെ നേരിട്ട് പറഞ്ഞിട്ട് പോകരുത്. എന്റെ മുമ്പോട് ധൈര്യമില്ല. അതുകൊണ്ടല്ലേ വെട്ടിച്ചോടിച്ച് കളിക്കുന്നത്. പരമദ്രോഹി, വഞ്ചകൻ. எவ்வளவு போனோம் சார்? ஒரு 30 லிட்டர் அடிக்கும். எஸ் சார். ஏப்பா இங்க இருந்து கோயம்புத்தூர் எத்தனை மைலப்பா? 2 மைல் தான். நான் அந்த கல்யாண பார்ட்டிக்கு போன் பண்றேன், நீங்க கொஞ்சம் கவனிச்சுக்கீங்க சார். சரி, இந்த 10 வயசுல தான் ஆயிடும். கார்ல இருக்கானா? ஆமா, அவனேதான். வீராசாமி, வீராசாமி, அவங்க தண்ணி எடுத்திருக்காங்க. அவன் தண்ணி அடிப்பான்னு எங்களுக்கு முன்னே தெரியா? நேற்றைய கல்யாணத்துக்கு தமிழ் வாசிகள் ஒத்துக்கிட்டு 3 மாசத்துக்கு முன்னே 300 ரூபாய் அட்வான்ஸ் வாங்கிட்டு போனான். அவன் வீட்டுக்கு போய் அவன் பொண்டாட்டியை கேட்டா அவன் பாலக்காட்டுக்கு போயிருக்கதா சொல்றான். ஏ வீராசாமி, வீராசாமி. ஐயோ பாவம், கோயம்புத்தூருக்கு கச்சேரிக்கு போகணும்னு சொல்லிட்டு வழியில வந்துட்டு இருந்து பாவம் நினைச்சு ஒரு லிஃப்ட் ஓடுது. പക്ഷേ വരുന്ന വഴിക്ക് കാർ നിർത്തി നിറയെ കള്ളു കുടിച്ചു. ஓஹோ, அப்படியா சமாச்சாரம்? அவனை போலீஸ் ஸ்டேஷன் கொண்டு வாங்க, நாங்களும் வர்றோம். അയ്യോ, പോലീസ് സ്റ്റേഷനിലേക്ക്. അതുകൊണ്ട് എന്താ പ്രയോജനം? இனிமேலாவது இவன் யாரையும் இந்த மாதிரி ஏமாற்றக்கூடாது. അതെന്തിനാ പെർമിഷൻ? നിങ്ങളുടെ കൂടെ തന്നെ കൊണ്ടുപോയിക്കോ. അതാ നല്ലത്. அதுவும் சரி, ஒரு நாளைக்காவது இவனை கச்சேரி வாசிக்க சொல்லுவோம். அவனை கீழே இறக்கு. முடியெல்லாம் வெட்டிக்கிட்டு மைனர் மாதிரி சுத்துறான். மனுஷன் இப்படியும் பிடிப்பான். അവൻ അവരോട് വെച്ച് വിട്ടതാണ് അബദ്ധം എന്ന് പറഞ്ഞാൽ നമ്മളും പോലീസ് സ്റ്റേഷനിലേക്ക് പോകണ്ടേ? അത് ഇതിനേക്കാൾ ഏറെ അബദ്ധമാവില്ലേ? மிஸ்டர், இது ஆத்த வீடா? ஏன் வீரா, இது உனக்கே நல்லா இருக்கா? நாளைக்கு உனக்கு இதே தொழில் செஞ்சு ஜீவிக்கணும் என்ன இருக்கா? வீராசாமி, ஏப்பா, கேரளா கல்லு சாப்பிட்டு தமிழ் கூட மறந்து போச்சா? നിങ്ങൾ എനിക്ക് മനസ്സിലായില്ലേ? ഏതാ ഈ സ്ഥലം? ഞാൻ എങ്ങനെ ഇവിടെ വന്നു? சரிதான், தண்ணி கொஞ்சம் இறங்கிட்டா நீ இங்கே கடை. അയ്യോ, ഞാൻ കള്ളു
എഴുതിയത് ഞാൻ പറയുന്നൊന്ന് കേൾക്കും. இந்த வேலையெல்லாம் உன் கையில வச்சுக்க. நம்ம கிட்ட கட்டாத. ആരാ ഈ വീരാസ്വാമി? ഇവർ കാള് തെറ്റിപ്പോയെന്നാ തോന്നുന്നത്. പക്ഷെ എങ്ങനെ അവന്മാരൊന്ന് ബോധ്യപ്പെടുത്തുന്നത്? കേൾക്കാനുള്ള ക്ഷോഭ പോലും ഇല്ലല്ലോ. என்ன இவ்வளவு அறிவிட்டு நான் குடிக்கூடாது. தப்பிச்சுக்கிறதுக்காக ஒன்னும் தெரியாத மாதிரி நடிக்கிறான். கச்சேரி நடக்காவிட்டாலும் பரவாயில்ல, இவனை சும்மா விடவே கூடாது. இவனை அன்னைக்கு அந்த மாணவரை செஞ்ச மாதிரி அடிச்சு கையில உடைக்கணுங்க. அப்பதான் இவன் யாரும் இப்படி ஏமாற்ற மாட்டான். അയ്യോ, ചതിച്ചോ ദൈവമേ. ഇവിടെ അടുത്തെങ്ങാനും പോലീസ് സ്റ്റേഷൻ ഉണ്ടോ? இந்த சின்ன விஷயத்துக்கு நாங்களே போதும்பா. இந்த பாரு வீராசாமி, என்ன கெட்டவனாக்காத. 3 நாள் கல்யாண கச்சேரிக்கு தமிழ் வாசிக்கணும்னு ஒத்துக்கிட்டு என்கிட்ட ரூபா வாங்குற வணக்கண்ணே, நாங்கெல்லாம் நேர்த்தே இங்க வந்துட்டோம். ஐயா பாலக்காட்டுல இருந்து நேர வருவீங்கன்னு அம்மா தவுள் துணிமணி எல்லாம் ஏற்கனவே கொடுத்து அனுப்பிச்சிருக்குங்க. ഓഹോ, അപ്പൊ അമ്മ തകിലും ഡ്രസ്സും എല്ലാം കൊടുത്ത് അനുപ്പിച്ചിരിക്ക? கொடுத்து அனுப்பிச்சு. എന്നാ ശരി, എടു ഒരു തകില്.
ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഞാൻ വീരാസ്വാമി അല്ല. കോച്ചാശാന്റെ മകൾ തുളസിയുമായി എന്തെങ്കിലും വഴക്കുണ്ടോ? ഇല്ല. നീ അവളെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിച്ചു? അയ്യോ ഇല്ല. നിങ്ങൾ രാത്രി പോലും നടന്നില്ലേ? ഇല്ല സാർ. പെണ്ണെ നോണ പറയുന്നത് എടോ, എന്റെ മകളെ മൊത്തം കലാശിച്ചു പോയത്. ഞാൻ നോണ പറയുന്നവനല്ല, അതുകൊണ്ട് എന്റെ മകൾ നോണ പറയാൻ എനിക്ക് നല്ല നിശ്ചയമാണ്. അപ്പൊ എന്റെ മകള് പറഞ്ഞത് താനും മകൾ നോണ പറയാൻ എന്റെ മകൾ വേണം. ഒന്നും വേണ്ട. മുതലാളിയുടെ മകളാണല്ലോ ഉദ്ദേശിച്ചുള്ള കാര്യം പറയാമെന്ന് കരുതി വന്നതാ. എന്റെ മകളെ കൊല്ലാൻ ശ്രമിച്ചതിന് ഞാൻ കേസ് കൊടുത്തോളാം. അതെ, കേസ് തന്നെ. വിജയൻ സാക്ഷിയുണ്ട്. ശരിയായിട്ട് തൃശ്ശൂരിൽ തന്റെ സ്വന്തം വീട്ടിൽ പോയിരിക്കുന്ന വിജയൻ എങ്ങനെയാണ് ഈ സംഭവത്തിൽ സാക്ഷി? അപ്പൊ താൻ പറയുന്നത് മുഴുവൻ നുണയാണെന്നല്ലേ? വിജയൻ വീട്ടിലും പോയിട്ടില്ല, തൃശ്ശൂരും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. എങ്ങനെയാണ് സാക്ഷി പറയാൻ പോകുന്നതെന്ന് കോടതിയിൽ വെച്ച് കാണിച്ചത്. ഇയാൾ എന്തൊക്കെയാണ് മോളെ പറഞ്ഞിട്ട് പോകുന്നത്? നീ വിജയനെ എവിടെയെങ്കിലും വെച്ച് കണ്ടോ? കണ്ടച്ച. തൃശ്ശൂർ പോകുന്ന പറഞ്ഞ നുണയാണല്ലോ. നീ എവിടെ കണ്ടത്? ഞങ്ങൾ കുളിക്കുന്നിടത്തുകൂടി പോകുന്നത് കണ്ടു. ആ തുളസിയുമായി വഴക്കുണ്ടായി എന്ന് പറയുന്നതിൽ വല്ല പരമാർത്ഥമുണ്ടോ മോളെ? അവൻ എന്നെ പറ്റി അനാവശ്യം പറഞ്ഞിട്ടാണ് അച്ഛോ. അപ്പൊ അയാള് പറഞ്ഞത് ശരിയാണ്. നീ അവളെ കൊല്ലാൻ ശ്രമിച്ചോ മോളെ? അയ്യോ, കൊല്ലാനൊന്നും ശ്രമിച്ചില്ല അച്ഛാ. പിന്നെ ഹലോ, ആരെ? വിജയൻ സാറോ? കോയമ്പത്തൂർ ഉണ്ട് ഉണ്ട്, വിളിക്കാം. നീ കോയമ്പത്തൂരുള്ള കുണ്ടയാണെങ്കിൽ എനിക്ക് പുല്ലുന്നതല്ല. നീ ഇവിടെ പെമ്പിളെ കുളിക്കുന്നിടത്തൊക്കെ ചുറ്റിയാണെന്ന് കോയമ്പത്തൂരെന്ന് പറഞ്ഞ് നീ ഫോൺ ചെയ്യുന്നില്ലടാ. നീ ഫുട്ബോൾ കാണുന്നുണ്ട്, ഞാൻ ഫുട്ബോൾ ടീമുകൾ നടത്തുള്ളവരാണ്. നീ ഇല്ലാതെ കളി ജയിക്കാൻ ഞാൻ നോക്കട്ടെ. മേലാണെന്ന് ഞാൻ കണ്ടുപോകട്ടെ. കണ്ടാൽ ദൈവം സാക്ഷിയായിട്ട് കുത്തുള്ളേ. ഹലോ 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 ഹലോ, എന്നാ വെച്ചിട്ടാണ്? അതെ അതെ, മാലതിയാണ്. ആര്? വിജയൻ. ഞാൻ കോയമ്പത്തൂരിനാണ് സംസാരിക്കുന്നത്. അന്നത്തെ ക്യാമ്പ് ഫെയർ കഴിഞ്ഞ് മടങ്ങുമ്പോ ഏതോ ചില അക്രമികൾ എന്നെ അടിച്ച് ബോധം കെടുത്തി ഇവിടെ കൊണ്ടുവന്നതാണ്. ഇതിലെന്തോ വലിയ ചതിവ് സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നതോ? ഇല്ലായിരുന്നു. ഞാൻ സത്യമാണ് പറയുന്നത്. ഇന്നലെ പന്ത് കളിച്ചതോ? ഇന്നത്തെ മാച്ച് ഞാൻ കളിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കുമെന്നേ. ഈ വിവരം മുതലാളി തെറ്റിച്ചാൽ മതി. ഇന്നലെ മാച്ച് നടന്നില്ലേ? നാളെ
എന്നാൽ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് നാളെ എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ എത്തുമെന്ന് മുതലങ്ങോട് പറഞ്ഞേക്കണം. ആ വിജയനാണ് ഫോൺ ചെയ്തത്. കോയമ്പത്തൂരിൽ നിന്നാണെന്ന് പറയുന്നത്. എന്തെല്ലാമോ കഥകൾ പറയുന്നു. അയാളെ ആരോ ബോധം കെടുത്തി ബലമായിട്ട് മിനിഞ്ഞാന്ന് കാറിൽ പിടിച്ചോണ്ട് പോയത്ര. ഇന്നലെ കളിച്ചത് അയാളല്ലെന്ന്. ഇന്നലെ കളിച്ചത് അയാളല്ലെന്ന്. ഹലോ, എക്സ്ചേഞ്ച് അല്ലേ? ഇത് 4466 ആണ്. ഈ നമ്പറിലേക്ക് കോയമ്പത്തൂരിൽ നിന്ന് ട്രങ്ക് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് നോക്കി പറയണം. ഉണ്ടായിരുന്നു. അതിശയമായിരിക്കുന്നു. ഇതിനെപ്പറ്റി ഒരു പിടിയും കിട്ടുന്നില്ല. ഇന്നലെ കളിച്ചത് വിജയൻ അല്ലെങ്കിൽ പിന്നെ ആരും. ശ്രീ വിജയന്റെ നേതൃത്വത്തിലുള്ള കേരള ടൈഗേഴ്സുമായി നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഏറ്റുമുട്ടാൻ പോവുകയാണ്. മുഖ്യാതിഥിയായ ശ്രീ മുഹമ്മദ് ആസമിനെ ടൂർണമെന്റ് കമ്മിറ്റി സ്വീകരിച്ച് സ്വന്തം ഇരിപ്പിടത്തിൽ ആനയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ടൂർണമെന്റിലെ റഫറിയായിരുന്ന ശ്രീ കുഞ്ഞുണ്ണി മേനവനെ മാറ്റി ടൂർണമെന്റ് കമ്മിറ്റി പുതിയ റഫറിയായ ശ്രീ നാഗലിംഗത്തിനെ നിയമിച്ചിരിക്കുകയാണ്. അദ്ദേഹവും നൈറ്റ്സ്മെൻ അവരവരുടെ സ്ഥാനങ്ങളിൽ സ്ഥലം പിടിച്ചു. കേരള ടൈഗേഴ്സിൽ ചന്ദ്രസേനൻ സെൻട്രൽ ഫോർവേഡ് നമ്പർ 1, കമലാസനൻ സെൻട്രൽ ഹാഫ് നമ്പർ 2, അന്തപ്പായി റൈറ്റ് ഇൻ നമ്പർ 3, ജനാർദ്ദനൻ ലെഫ്റ്റ് ഇൻ നമ്പർ 4, എഡ്ഗർ അൽമേഡ റൈറ്റ് ഔട്ട് നമ്പർ 5, ജോസഫ് അലേഗ്വ ലെഫ്റ്റ് ഔട്ട് നമ്പർ 6, ദക്ഷിണാമൂർത്തി റൈറ്റ് ഹാഫ് ബാക്ക് നമ്പർ 7, യോഹന്നാൻ ലെഫ്റ്റ് ഹാഫ് ബാക്ക് നമ്പർ 8. നീ ആരാ? സത്യം പറഞ്ഞു. സത്യം പറഞ്ഞ അനുഭവം നമ്മളറിയാമോ? ഇദ്ദേഹമാണ് സ്പോർട്സ് കൗൺസിലിന്റെ സെക്രട്ടറിയാണ്. രക്ഷപ്പെടണമെങ്കിൽ സത്യം പറഞ്ഞോളൂ. നീ ആരാ? നാന്താ വിജയ. നീ വിജയനാണല്ലേ? നമ്മൾ ചോദിച്ചാൽ ഇവൻ സത്യം പറയും. പോലീസുകാർ ഒന്ന് ചോദിക്കട്ടെ, ഞാൻ ഫോൺ ചെയ്യാം. ஐயோ வேண்டாம் சார், நான் உண்மையை சொல்லிடுறேன். நான் திருநெல்வேலிக்காரன் தவுல் வீராசாமி. താനാണോ തകൽ വീരാച്ചാമി? ஆமா சார், எனக்கு இவ்வளவு நீட்டமா முடி இருந்தது, கால்ல 2 நல்ல கடுக்கன இருந்தது. எல்லாம் எடுத்துட்டு தான் பந்து விளையாடணும்னு இவங்க சொன்னாங்க சார். അപ്പൊ കോയമ്പത്തൂർ കല്യാണ പാർട്ടിക്ക് തകൽ വായിച്ചിരിക്കുന്ന താനായിരുന്നു? ஆமா சார், நம்ம கோச் பிள்ளை சார் லெட்டர் கொடுத்து அனுப்பி என்ன இங்க வர சொன்னாரு. കോച്ച് പിള്ളை? ஆமா சார், இந்த பந்து விளையாட்டு கத்து கொடுக்குற ஆள் இல்ல கோச் பிள்ளை, அவர் தான் என்ன இங்க வர சொன்னாரு. இங்க வந்த அப்புறம்தான் எனக்கு விவரமெல்லாம் தெரியும். எனக்கு பந்து விளையாடவே தெரியாது. நான் வந்து தவுல் நல்லா வாசிப்பேன் சார், நல்லா வாசிப்பேன். ഏതായാലും വിജയം കളിക്കണം. കളിക്കണമായ സമയമായി. അപ്പൊ മിസ്റ്റർ വിജയ് പെട്ടു സൂര്യ വയ്ക്കും. കോച്ചുപിള്ള തന്നതിന്റെ കത്ത് തന്റെ കയ്യിലുള്ളൂ. கையில இல்ல சார், റൂമിൽ இருக்கு. കളി തുടങ്ങുവാൻ ഏതാനും നിർണായകങ്ങളായ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. കേരള ടൈഗേഴ്സിന്റെ ക്യാപ്റ്റൻ ശ്രീ വിജയൻ കാണികളുടെ ആഹ്ലാദത്തിനിടയിൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണ്. തന്റെ തുല്യശക്തിയുള്ള ടീമിനെ അദ്ദേഹം വിജയത്തിലേക്ക് നയിക്കുമോ എന്ന് കണ്ടറിയുവാൻ വേണ്ടി കാണികൾ ആവേശഭരിതരായിരിക്കുകയാണ്. കളി തുടങ്ങാറായി. ഇതാ തുടങ്ങുവാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ.
വിജയൻ ശരിക്ക് കളിക്കുന്നുണ്ടല്ലോ. താനല്ല ശരിയാക്കി പറഞ്ഞിട്ട് എന്തോ നാളെ പോയി കാണുന്നത്. എന്തോ നാളെ എനിക്കും മനസ്സിലാകുന്നില്ലല്ലോ മുതലാളി. അവൻ അങ്ങനെ നമ്മളെ വിളിച്ചത്. ശ്രീ ആശ്രം ട്രോഫി ഏൽപ്പിക്കുകയാണ്. എല്ലാവരുടെയും അഭിനന്ദനത്തിന് പാത്രമായ ശ്രീ വിജയനെ സ്വന്തം കളിക്കാർ അഭിനന്ദിക്കും. പോകാൻ വരട്ടെ, അതുവരെ ഒന്ന് വന്നിട്ട് പോയാൽ മതി. ഞങ്ങൾക്ക് വേറെ ജോലി, അവിടെ അല്പം ജോലിയുണ്ട്. നടക്കണം. നീ എന്താ ഭീഷണിയാണ്? ആ എന്നാ ഭീഷണി തന്നെയാണ്. എന്ത് ചെയ്യാൻ എന്നാലും പറഞ്ഞാൽ പോരെ, സാധിക്കാതിരിക്കുന്നത്. മാടോ, മുതലാളി പോയാ പോരെ, ഞാൻ കൂടി വരണോ? പോരാ, നിങ്ങളും കൂടി വരണം. നടന്നാണ്ട് കിറങ്ങി നോക്കൊന്നും വേണ്ട, നടന്നാണ്ട്. നിന്റെ പേരിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ ദുഃഖിക്കുന്നു. എന്തിന്? ഈ കാണായ ജനസമൂഹം മുഴുവൻ നിന്നെ അഭിനന്ദിച്ചപ്പോ നീ ദുഃഖിക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം
ജനസംഖ്യത്തെക്കാൾ വലുതാണ് എന്റെ ആശ. അതുകൊണ്ട് ആശാന്റെ ടീം ജയിക്കണമെന്ന് ആശാൻ ആഗ്രഹിക്കും. അതിന് ഞാൻ ആശാനെ കുറ്റപ്പെടുത്തുന്നില്ല. ആശാന്റെ മകന് കപ്പ് കിട്ടണമെന്നും ആശാൻ ആഗ്രഹിക്കും. അതിന് ഞാൻ ആശാനെ കുറ്റപ്പെടുത്തുന്നില്ല. മനുഷ്യർ ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ആശാൻ ഇതേക്കുറിച്ച് എന്നോടൊന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ കളിക്കുകയില്ല. അതിന് പകരം ഇത്രയും വൃത്തികെട്ട ഒരു മാർഗം ആശാൻ സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതിലും വിശേഷിച്ച് സ്പോർട്സിന്റെ അന്തസ്സിനെ കുറിച്ച് ഇടയ്ക്കും തലയ്ക്കും പ്രസംഗിക്കാനുള്ള ആശാൻ ഒരിക്കലും ചെയ്യാൻ പറ്റാത്തത്. വിജയ, നീ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇനിയും ആശാൻ ഒഴിയാൻ നോക്കരുത്. അതിനുള്ള മഹാമനസ്കരെങ്കിലും ആശാൻ കാണിക്കണം. വെറുതെ ഭ്രാന്ത് പറയാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുക. ഭ്രാന്തോ? ആശാൻ അറിയുമോ ഇയാൾ? என்ன தெரியல சார். நான் தான் தமிழ் வீராசாமி. திருநெல்வேலிக்காரன் வீராசாமி. ஆமா சார். താനതിന് ഇവിടെ വന്നു. ആശാനെ, ഇനിയും ഇങ്ങനെ ഉള്ളാൻ ശ്രമിക്കരുത്. എനിക്ക് പകരം ഇയാളെ വരച്ച് കളിപ്പിച്ചിട്ട് ആശാൻ പരിശുദ്ധനാൻ പോവുകയാണ്. അത് ഞാൻ വരച്ചു ഇയാളെ. ഈ കത്ത് നിങ്ങൾ എഴുതിയത്? അയ്യോ, ഞാൻ നിരപരാധിയാണ്. രവീന്ദ്രനാഥ് എന്റെ കയ്യിൽ ഒരു കത്ത് എന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ പോയി വിളിച്ചോട്ട് വരണം. ഞാൻ പോയി വിളിച്ചോട്ട് പോകണം. അന്നേ ഞാൻ പറഞ്ഞതാണ് വേണ്ടത്. സമ്മതിക്കണ്ടേ? എന്നെതിരെ തുടിച്ചു നോക്കുന്നത് ഞാൻ പറഞ്ഞ സത്യമല്ലേ? നിന്റെ അച്ഛനാണെന്ന് പറയാൻ എനിക്ക് ലജ്ജയാവുന്നത്. ഒരിക്കൽ തിരുനെൽക്കര ഉത്സവത്തിന് കച്ചേരിക്ക് വായിക്കാൻ വന്നപ്പോൾ ഈ നിൽക്കുന്ന വീരാസ്വാമി കുടിച്ച് ബോധമില്ലാതെ അവിടെ ചിലരായിട്ട് വടക്കണ്ടായി. അന്ന് ഇയാളെ പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഞാനായി. എന്റെ മകൻ എന്ന് പറയുന്ന ഈ മഹാഭാവി വന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള പരിചയം. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് അവൻ ഈ കത്തെഴുതി. ഓഹോ, മഹാന്മാർ രണ്ടുപേരും ഇവിടെ കളി ജയിച്ചു തരാമെന്ന് വീരവാദം മുടക്കിയത് ഈ വീരശകരനെ മനസ്സിൽ കണ്ടുകൊണ്ടായിരുന്നു. ആൾമാറാട്ടം കളിച്ച വീര പകലിനെയും കള്ളക്കത്തെഴുതിയവനെയും കൊണ്ടുപോയവനെയും എല്ലാം ഞാൻ ജയിലിനകത്താക്കും. ഒരെണ്ണത്തിന് ഞാൻ പെടത്തില്ല. അതാണ് വേണ്ടത്. ഇവനെല്ലാം ജയിലിൽ കഴിയും. കേസിന് സാക്ഷി ഞാൻ. അയ്യോ സാർ, കാപ്പാത്തുക. ഞാൻ പുള്ള കുട്ടിക്കാരൻ സാർ. ആ പുള്ളയും കുട്ടിയും തള്ളയെല്ലാം ജയിലിൽ വന്ന് കാപ്പാത്തിക്കോളൂ. വേണ്ട സാർ, ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഇവരെയൊക്കെ ശിക്ഷിച്ചതുകൊണ്ട് നമ്മൾ എന്ത് നേടാനാണ്? മാത്രവുമല്ല, ഇത് പുറത്തിറങ്ങിയാൽ ഫുട്ബോളിലേക്ക് തന്നെ ഒരു അവമാനവുമായി. ആ മിസ്റ്റർ വിജയൻ പറഞ്ഞ കാര്യമില്ലാതില്ല. ഇങ്ങനെ ഒന്നുകൂടെ സംഭവിച്ചു എന്ന് അറിഞ്ഞാൽ മറ്റാരെങ്കിലും രൂപിട്ട് കളിച്ചു എന്ന് നമ്മളൊക്കെ അതൊന്നും വേണ്ട ആശാൻ. ആശാനോട് ഞാൻ മാപ്പ് ചോദിക്കും. ആശാനെ തെറ്റിദ്ധരിച്ചതിനും അസുഖരമായി സംസാരിച്ചതിനും ആശാൻ എന്നോട് ക്ഷമിക്കണം. നീ ദൈവാധീനമുള്ളവനാണ് വിജയൻ. നിന്റെ പേര് പോലെ തന്നെ നിനക്ക് എന്നും എന്നും വിജയമാണ്.